ആദരണീയരെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, ബഷീറിനെ അനുസ്മരിച്ചുകൊണ്ട് സംസാരിക്കുക എന്നത് ഒരു വേള വളരെ എളുപ്പം ചെയ്യാവുന്നതും മറ്റൊരു തരത്തിൽ ഏറെ പ്രയാസപ്പെട്ട് മാത്രം ചെയ്യാൻ കഴിയുന്നതുമായ ഒരു കാര്യം ആണ്. കാരണം ബഷീർ നമുക്കറിയാവുന്നതുപോലെ ഒരു സമൂഹത്തിലെ മുഴുവൻ ആളുകളെയും സ്വാധീനിച്ച എഴുത്തുകാരനാണ്. അക്ഷരമറിയാവുന്ന ആരും ബഷീറിനെ വായിച്ചിട്ടുണ്ടാവും. കാരശ്ശേരി മാഷ് സാധാരണ പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ ഉമ്മയ്ക്ക് വളരെ അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം മാത്രം ലഭിച്ച അദ്ദേഹത്തിൻ്റെ ഉമ്മയ്ക്ക് ബഷീറിനെ നല്ലപോലെ അറിയാമായിരുന്നു എന്ന് അദ്ദേഹം പറയാറുണ്ട്. ഇത് നമ്മുടെ നാട്ടിലെ മിക്കവാറും പഴയ തലമുറയിൽപ്പെട്ട എല്ലാവരുടെയും അനുഭവമാണ്. അതേസമയം നമുക്കറിയാവുന്നതുപോലെ ബഷീറിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഗടാഗടിയൻ പ്രബന്ധങ്ങളും ഗവേഷണവും നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു സമൂഹത്തിലെ പല തലങ്ങളിലുള്ള മനുഷ്യരെ ഒരേ സമയം ആകർഷിക്കാൻ കഴിഞ്ഞ എഴുത്ത് മലയാളത്തിൽ മറ്റാരെങ്കിലും നിർവഹിച്ചിട്ടുണ്ടോ എന്നെനിക്ക് സംശയമാണ്. അതുകൊണ്ട് തന്നെ ബഷീറിന് ധാരാളം ശകാരങ്ങളും അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹം എഴുതുന്നതെല്ലാം കുട്ടിക്കഥകളാണെന്നും അതൊട്ടും ഗൗരവമില്ലാത്ത സാഹിത്യമാണ് എന്നും വിമർശിച്ചവരുണ്ട്. അങ്ങനെ ബഷീറിൻ്റെ കൃതികളെ നിശിതമായി വിമർശിക്കുന്ന ഒരു പരമ്പര ഒരിക്കലൊരു വാരികയിൽ ആരംഭിച്ചതിൻ്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. ബഷീറിൻ്റെ കൃതികളെല്ലാം മോഷണമാണ് എന്നും അതൊന്നും മൗലികതയുള്ള കൃതികളല്ല എന്നും ബഷീറിന് വട്ടാണ് എന്നും അന്ന് പലരും ഈ ആഴ്ചപ്പതിപ്പിൽ എഴുതി. അവസാനം പത്രാധിപർ ബഷീറിനോട് അങ്ങയുടെ പ്രതികരണം എന്താണ് ഇതിനോട് എന്ന് ചോദിച്ചപ്പോൾ ഒരു ചെറിയ കാർഡിൽ ബഷീർ എഴുതി, ബഷീറിന് വട്ടാണ് പക്ഷേ അത് ഒറിജിനലാണ് എന്നാണ്. ഇത് ബഷീറിന് മാത്രം സാധിക്കുന്ന ഒരു കാര്യം ആണ്. അതുകൊണ്ട് ബഷീറിനെക്കുറിച്ച് ആലോചിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഈ അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷ ഉപയോഗിച്ച് പറഞ്ഞ് ഈ അണ്ടകടാഹത്തിലുള്ള എന്തിനെക്കുറിച്ചും സംസാരിക്കാവുന്നതാണ്. കാരണം ബഷീർ ദൈവത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, മനുഷ്യരെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, ആടിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, അങ്ങനെ ചാമ്പങ്ങയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ബഷീർ സംസാരിക്കാത്ത പ്രമേയങ്ങളില്ല എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള ബഷീറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എവിടെയാണ് നമ്മൾ തുടങ്ങുക, എവിടെയാണ് നമ്മൾ ഒതുക്കുക എന്ന കാര്യം വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. അനർഘനിമിഷം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വളരെ ചെറിയ ആ കഥ എന്നൊക്കെ അതിനെ വിളിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ബഷീർ ഏറ്റവും കൂടുതൽ പരീക്ഷണം നടത്തിയിട്ടുള്ളത് ആഖ്യാനത്തിൻ്റെ രൂപത്തിലാണെന്ന് എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട്. കേസരി പറയുന്നത് അത് പുരോഗമന സാഹിത്യമാണെന്നാണ്, അനർഘനിമിഷം. പക്ഷേ അനർഘനിമിഷത്തിലെ കഥകളൊന്നും വായിച്ചിട്ട് എനിക്ക് വാസ്തവത്തിൽ അങ്ങനെ തോന്നിയിട്ടില്ല. അതിനെ കഥ എന്ന് തന്നെ നമുക്ക് വിളിക്കാൻ പറ്റുമെന്ന് എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. ഏതായാലും ആ എഴുത്തിൽ അനർഘനിമിഷം എന്ന് പറയുന്ന ആ കുറിപ്പിൽ ബഷീർ പറയുന്നൊരു വാക്യമുണ്ട്, ഇനിയും സൗകര്യം പോലെ വായിക്കാവുന്ന ഒരു ലഘുഗ്രന്ഥമാണല്ലോ ഞാൻ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്.
ഇനിയും സൗകര്യം പോലെ വായിക്കാവുന്ന ഒരു ലഘുഗ്രന്ഥമാണല്ലോ ഞാൻ. ഒരുപക്ഷെ ബഷീറിന് നമുക്ക് കൊടുക്കാവുന്ന ഒരു ടാഗ് അതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഏത് കാലത്തും സൗകര്യം പോലെ വായിക്കാവുന്ന ഒരാളാണ് ബഷീർ എന്ന് പറയാം. അതുകൊണ്ട് ബഷീറിനോട് പലരും ചോദിച്ചു, ബഷീർ ഇപ്പോഴും ഈ കെട്ടുകഥകളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണോ എന്ന്. നോവല്, കഥ എന്നൊക്കെ പറയുന്നതിനോട് ആളുകൾക്ക് മുമ്പ് അത്ര പ്രതിപത്തി ഉണ്ടായിരുന്നില്ല. ഇന്ദുലേഖ എഴുതിയ സമയത്ത് ചന്തുമേനോൻ അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത ചില സുഹൃത്തുക്കൾക്ക് അത് വായിക്കാൻ കൊടുത്തപ്പോൾ അവരൊക്കെ ചോദിച്ചത്, ഇങ്ങനെ ഈ ഇല്ലാത്ത കഥകൾ എഴുതി വെച്ചതുകൊണ്ട് എന്താണൊരു പ്രയോജനം എന്ന് ചോദിക്കുന്നുണ്ട്. ഈ ഇല്ലാത്തത് എഴുതി വെക്കുന്നത് കൊണ്ട് എന്താണ് കാര്യം? അവരൊക്കെ അതുവരെ വായിച്ച് ശീലിച്ചിട്ടുള്ളത് പുരാണങ്ങളും മറ്റുമാണ്. അതൊക്കെ വായിക്കുന്നത് കൊണ്ട് മോക്ഷം കിട്ടുമെന്നെങ്കിലും വിചാരിക്കാം. നിങ്ങൾ എഴുതുന്ന ഈ കെട്ടുകഥകൾ കൊണ്ട് എന്താണ് കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. മംഗളോദയം പ്രസ്സിൽ ചെന്നപ്പോൾ ബഷീറിനോടും ചോദിക്കുന്നുണ്ട്, ബഷീർ ഇപ്പോൾ പഴയ പോലെ ഈ കെട്ടുകഥകളൊന്നും എഴുതുന്നില്ലേ? ബഷീർ വളരെ ഗൗരവത്തിൽ പറയുന്നത്, ഞാൻ ചരിത്രമാണ് എഴുതുന്നത്, ഞാൻ ചരിത്രകാരനാണ് എന്നാണ്. ചരിത്രം കഥ പോലെ എഴുതുന്നു എന്നേ ഉള്ളൂ. അതൊരു വല്ലാത്ത പ്രസ്താവനയാണ്, ചരിത്രം കഥ പോലെ എഴുതുക എന്ന് പറയുന്നത്. അപ്പോൾ ചരിത്രം പലതരത്തിൽ എഴുതാമെന്നാണ് ബഷീർ സൂചിപ്പിക്കുന്നത്. ചരിത്രം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ചരിത്രമായി തന്നെ എഴുതണം എന്നില്ല. ചരിത്രം നിങ്ങൾക്ക് കഥയായി എഴുതാം, പക്ഷേ കഥയായിട്ടാണ് എഴുതുന്നതെങ്കിൽ അത് ചരിത്രമാണ് എന്ന ഉത്തമ ബോധ്യം ബഷീറിനുണ്ടായിരുന്നു. അതുകൊണ്ട് മുച്ചുവിട്ടുകളിക്കാരൻ്റെ മകളെന്ന് പറയുന്ന കഥയിൽ അദ്ദേഹം റെഫറൻസ് വരെ കൊടുക്കുന്നുണ്ട്. ഈ ചരിത്രകാരൻ എഴുതിയ മറ്റ് പുസ്തകങ്ങൾ കാണുക എന്നൊക്കെ പറഞ്ഞ് അടിക്കുറിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. വളരെ ഗൗരവമായിട്ടാണ് ബഷീർ അതിൻ്റെ രചന നിർവഹിച്ചിട്ടുള്ളത്. അപ്പം ഇങ്ങനെ ബഷീർ വാസ്തവത്തിൽ ഈ ജനസ് എന്ന് പറയുന്ന ഒന്നിനെ, ജാനർ എന്ന് സാധാരണ സാഹിത്യ വിദ്യാർത്ഥികൾ പറയും, അതിലാണ് അദ്ദേഹം എല്ലാത്തരം പരീക്ഷണങ്ങളും നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഇത് കഥയായിട്ട് നമ്മൾ വായിക്കുന്നു, പക്ഷെ അദ്ദേഹം അതിനെ ചരിത്രം എന്ന് വിളിക്കുന്നു. അദ്ദേഹം കഥ എന്ന് പറഞ്ഞ് പ്രസിദ്ധീകരിക്കുന്നു, പക്ഷെ വായിച്ച് നോക്കുമ്പോൾ അതൊരു കവിതയാണ് എന്ന് നമുക്ക് തോന്നുന്നു. അനർഘ നിമിഷം വാസ്തവത്തിൽ ഒരു കവിതയുടെ സ്വഭാവമുള്ള ഒരു എഴുത്താണ്. അതിലെ മിക്കവാറും എല്ലാ രചനകളും അങ്ങനെയാണ്. എന്നാൽ അതേസമയം നമുക്കറിയാവുന്ന പോലെ ഒരു ബാലസാഹിത്യം പോലെ വായിച്ചു പോകാവുന്ന നിസ്സാരമായ കഥകളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഞങ്ങൾ 10ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന് പറയുന്ന കഥ പഠിച്ചിട്ടുള്ളത്. അതൊരു ബാലസാഹിത്യമായതുകൊണ്ടായിരിക്കുമല്ലോ സ്കൂളിലൊക്കെ പഠിപ്പിക്കാൻ വെച്ചിരിക്കുന്നത്. പക്ഷേ ഞാനത് പിൽക്കാലത്ത് വായിക്കുമ്പോഴാണ്, നമ്മളിപ്പോൾ പറയുന്നുണ്ടല്ലോ എങ്ങനെയാണ് താരങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്, മാധ്യമങ്ങളിലൂടെ എങ്ങനെയാണ് താരങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് നമുക്കറിയാലോ. കണ്ടാണ് സാർ കടലിത്ര വലുതായത് എന്ന് കവി പറഞ്ഞതുപോലെ നമ്മൾ ഈ മനുഷ്യരെങ്ങനെ ദിവസവും കണ്ടാണ് പലരും താരങ്ങളാവുന്നത്. അപ്പോൾ നിങ്ങളെ താരമാക്കാൻ വാസ്തവത്തിൽ അതാണ് മൂക്കിന് സംഭവിച്ചത്. നിർഭാഗ്യവശാൽ അയാളുടെ മൂക്ക് നീണ്ടു പോയി. പക്ഷെ അതിന് ജനങ്ങൾ അങ്ങ് ആഘോഷിച്ചു, മാധ്യമങ്ങൾ ആഘോഷിച്ചു. പിന്നെ ലോകത്ത് എന്ത് സംഭവങ്ങൾക്കും മൂക്കൻ മറുപടി പറയണം. 3ാം ലോക യുദ്ധം നടക്കുമോ, നമുക്ക് മൂക്കനോട് ചോദിക്കാം എന്നാണ് മാധ്യമങ്ങളും ഈ ആളുകളും തീരുമാനിക്കുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് ലോകത്തിന് ഒരു സംഭാവനയും നൽകാതെ മൂക്ക് നീണ്ടതുകൊണ്ട് മാത്രം വലിയ താരപദവിയും സാംസ്കാരിക നായകൻ്റെ പദവിയും ലഭിച്ച ഒരാളാണ് ഈ മൂക്കൻ. ഒരുപക്ഷെ ബഷീർ ജീവിച്ചിരുന്ന കാലത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഈ മൂക്കന്മാരുടെ ഒരു ലോകത്താണ്. അപ്പോൾ അത് വാസ്തവത്തിൽ ഇതെല്ലാം ആ കഥയ്ക്കകത്തുണ്ട്. ആ കഥ വലിയ മാനങ്ങളുള്ള ഒരു കഥയാണ്. കൾച്ചർ ഇൻഡസ്ട്രിയെക്കുറിച്ച് അഡോണോ പറഞ്ഞുകൊണ്ടിരുന്ന കാലത്തായിരിക്കും ഒരുപക്ഷെ ബഷീർ അത് എഴുതിയതെന്ന് എനിക്ക് തോന്നുന്നു. അത് നമുക്ക് ഇപ്പോൾ അതിനകത്ത് വായിച്ചെടുക്കാൻ സാധിക്കുന്നു. അതാണ് ആർ വിശ്വനാഥൻ മാഷുടെ പ്രസിദ്ധമായ പ്രബന്ധത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഈ ഭാഷയിൽ കവികളും സർഗാത്മക രചന നിർവഹിക്കുന്ന ആളുകളും കണ്ടെത്തുന്നത് തന്നെയാണ് പിൽക്കാലത്ത് സിദ്ധാന്തങ്ങളായി പുറത്തു വരുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് എഴുത്തിൽ സൂക്ഷ്മതയുള്ള ഒരാൾക്ക് സിദ്ധാന്തങ്ങളുടെ ആവശ്യമില്ല.
അതുകൊണ്ട് നാം ഇന്ന് സിദ്ധാന്തങ്ങളായി പാശ്ചാത്യ ദേശത്തു നിന്ന് വന്ന പല സിദ്ധാന്തങ്ങളും ഒരുപക്ഷെ ഇവിടെയുള്ള എഴുത്തുകാർ അവർ ഭാഷയിൽ വ്യാപരിക്കുന്ന സമയത്ത് സ്വയം അഭിമുഖീകരിച്ച പ്രതിസന്ധികളാണ് എന്ന് ആർ വിശ്വനാഥൻ മാഷ് പറയുന്നുണ്ട്. ഇവിടുത്തെ അതികവിത അവിടുത്തെ സിദ്ധാന്തം എന്ന അദ്ദേഹത്തിൻ്റെ പ്രബന്ധത്തിൽ അദ്ദേഹം അത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ആ രീതിയിൽ ബഷീർ വാസ്തവത്തിൽ ഈ ഒരു ബാലസാഹിത്യം എഴുതുമ്പോൾ അതിനകത്ത് വരാനിരിക്കുന്ന ഒരു കാലത്തെക്കുറിച്ചുള്ള പ്രവചനം പോലും ഉണ്ട് എന്നർത്ഥം. അത്രയും മാനമുള്ള ഒരു എഴുത്തുകാരനാണ് ബഷീർ. അതുകൊണ്ട് ബഷീർ ബാലസാഹിത്യം എഴുതുന്നു, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സൂഫിസത്തിൻ്റെ വളരെ ഗഹനതയുള്ള, നേരത്തെ പറഞ്ഞ പോലുള്ള അനർഘനിമിഷം പോലുള്ള കുറിപ്പുകൾ എഴുതുന്നു. ശബ്ദങ്ങൾ പോലെ ഒരുപക്ഷെ അതിനെക്കുറിച്ച് ബി രാജീവൻ മാഷാണ് ഈ പുതിയ കാലത്തെ ചില ഉൾക്കാഴ്ചകളോടുകൂടി ഒരു പഠനം നിർവഹിച്ചിട്ടുള്ളത് നമുക്കറിയാം. ലൈംഗികതയെക്കുറിച്ച് മിഷേൽ ഫൂക്കോയെ പോലുള്ള ആളുകളൊക്കെ പറഞ്ഞ പല കാര്യങ്ങളുടെയും വെളിച്ചത്തിൽ ഒരുപക്ഷെ നമുക്ക് വായിക്കാൻ കഴിയുന്ന ഒരു കൃതിയാണ് ശബ്ദങ്ങൾ എന്ന കൃതി. അപ്പം അങ്ങനെ വാസ്തവത്തിൽ ബഷീർ ഈ പറഞ്ഞ മതിലുകൾ എന്ന് പറയുന്ന ഒരു നിസ്സാരമെന്ന് തോന്നാവുന്ന ഒരു കഥ, ആ കഥ ഇന്ന് നമ്മൾ അനുസ്മരിക്കുന്നതിന് പ്രാധാന്യമുണ്ട്. ഇന്ന് ജനുവരി 30 രക്തസാക്ഷി ദിനം ആണ്, ഗാന്ധിയെ ഓർക്കുന്ന ദിവസമാണ്. ഇനി എത്ര കാലം നമ്മൾ ഗാന്ധിയെ ഓർക്കും എന്നെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എന്തായാലും ബഷീറിൻ്റെ വലിയൊരു അഹങ്കാരം ഞാൻ ഗാന്ധിയെ തൊട്ടിട്ടുണ്ട് എന്നതാണ്. ഗാന്ധിയെ തൊടുക എന്നതിന് ശരീരം തൊടുക എന്നായിരിക്കാം ഒരുപക്ഷെ ആ കഥയിൽ അർത്ഥമെങ്കിലും ഗാന്ധിയെ തൊടാത്തവരായിരിക്കും ഇനി ഇന്ത്യയിൽ ഉണ്ടാവുക എന്ന് നാം ഭയക്കേണ്ടിയിരിക്കുന്നു. തൊടുക എന്നതിന് സ്പർശിക്കുക എന്ന് മാത്രമല്ലല്ലോ അർത്ഥം, അതിന് വേറെ കുറേ അർത്ഥങ്ങളുണ്ട്. ഏതായാലും ഗാന്ധിയെ തൊട്ട ഒരാളാണ്, ഗാന്ധിയാൽ ആവിഷ്ടനായ ഒരാളാണ് വാസ്തവത്തിൽ ബഷീർ. അപ്പം ഇങ്ങനെ പല മാനങ്ങളുള്ള, രാഷ്ട്രീയ മാനങ്ങളുള്ള എഴുത്തിൻ്റെ രൂപങ്ങൾ അവതരിപ്പിച്ച ഒരാളാണ് ബഷീർ. അതുകൊണ്ട് ബഷീർ വാസ്തവത്തിൽ ശ്രമിച്ചത്, ഏത് സർഗാത്മക വൈഭവമുള്ള എഴുത്തുകാരനോ എഴുത്തുകാരിയോ ആവട്ടെ, അവരെല്ലാം ശ്രമിക്കുന്നത് ഈ ലിറ്റററി ഫോമിനെ എങ്ങനെ തനിക്ക് മെരുക്കിയെടുക്കാം എന്നതാണ്. അതുകൊണ്ട് കഥയാണെന്ന് കരുതി നാം സമീപിക്കുന്ന ഒന്നിനെ ബഷീർ പെട്ടെന്ന് തന്നെ ഒരു കവിതയാക്കി മാറ്റുന്നതും, ഒരു നോവലാണ് എന്ന് കരുതി നാം വായിക്കാൻ തുടങ്ങുന്ന ഒരു കൃതിയെ ഒരു ബാലസാഹിത്യ കൃതിയാക്കി മാറ്റുന്നതും, ബാലസാഹിത്യമാണ് എന്ന് കരുതി വായിക്കാൻ തുടങ്ങുന്ന ഒന്നിനെ വളരെ ഗൗരവമായ ഒരു രാഷ്ട്രീയ വിശകലനമാക്കി മാറ്റുന്നതുമൊക്കെ ബഷീറിൻ്റെ രചനാതന്ത്രങ്ങളാണ്. അതുകൊണ്ട് ബഷീർ വാസ്തവത്തിൽ എഴുത്തിനകത്ത് അദ്ദേഹം നിർവഹിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം ഈ ഴാനർ എന്ന് പറയുന്ന ഒന്നുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എന്നാണ് എനിക്ക് ഒന്നാമതായി സൂചിപ്പിക്കാനുള്ളത്. ജനസ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. ഒരർത്ഥത്തിൽ ജനസ് എന്ന് പറഞ്ഞാൽ അത് ഒരു തരത്തിൽ മനുഷ്യരുടെ ലോകബോധം തന്നെയാണ്, വേൾഡ് വ്യൂ തന്നെയാണ് ജനസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ഇതിഹാസത്തിലൂടെ ലോകത്തെ കാണാം, ചരിത്രത്തിലൂടെ ലോകത്തെ കാണാം, നോവലിലൂടെ ലോകത്തെ കാണാം, നേരത്തെ പറഞ്ഞ പോലെ ഭാവഗീതത്തിലൂടെയും ലോകത്തെ കാണാം. പക്ഷേ ഇങ്ങനെ ഓരോന്നിലൂടെയും ലോകത്തെ കാണുമ്പോൾ അത് ഓരോ ലോകങ്ങളായിരിക്കും. ഒരു ജനസിനും ലോകത്തെ പൂർണ്ണമായി ആവിഷ്കരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഫോം അല്ല ജനസ് എന്ന് പറയുന്നത്, ലിറ്റററി ഫോം എന്ന് പറയുന്നതല്ല ഴാനർ എന്ന് പറയുന്നത്. ജീൻ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിൽ നിന്നാണ് ഴാനർ എന്ന് പറയുന്ന സങ്കല്പം ഉണ്ടായി വരുന്നത് തന്നെ. എൻ്റെ രൂപവും എൻ്റെ ഭാവവും ഒരേ സമയം ജീനുമായി ബന്ധപ്പെട്ടതാണല്ലോ. അതേപോലെ സാഹിത്യം എന്ന് പറയുന്നത് ജനസ്സുകളാൽ നിർമ്മിതമാണ്. ജനസ് എന്നത് ലോകബോധം ആണ്. അതുകൊണ്ട് ജനസ്സുകളിലൂടെയാണ് നാം ലോകത്തെ കാണുന്നത്. നാം എല്ലാം ചില ജനസ്സുകൾക്കകത്ത് പെട്ടുപോവുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. അതുകൊണ്ട് അതിനപ്പുറമുള്ള ഒരു കാഴ്ച പലപ്പോഴും നമുക്ക് പ്രയാസകരം ആണ്. ബഷീർ ചെയ്യാൻ ശ്രമിച്ചത് ജനസ്സുകൾക്കിടയിലുള്ള ഈ വരമ്പുകളെ പരമാവധി മായ്ച്ചു കളയാൻ ശ്രമിച്ച ഒരു എഴുത്തുകാരനാണ് ബഷീർ എന്ന് പറയാം. അതുകൊണ്ട് പല ലോകവീക്ഷണങ്ങൾ അദ്ദേഹത്തിൽ കലരുന്നത് നമുക്ക് കാണാം. ബഷീറിൻ്റെ സാഹിത്യം
കലർപ്പിൻ്റെ സാഹിത്യമായി തീരുന്നത് വാസ്തവത്തിൽ ജനുസിനകത്ത് അദ്ദേഹം നടത്തുന്ന ഈ പരീക്ഷണം കൊണ്ടാണ് എന്നർത്ഥം. അതുകൊണ്ട് ബഷീറിനെ സംബന്ധിച്ച് പറയുമ്പോൾ ബഷീറിന് ഭഗവത്ഗീത എന്ന് പറയുന്നത് ഒരു വലിയ മുലയാണ് എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഭഗവത്ഗീത മാത്രമല്ല, ഖുറാനും ബൈബിളും എല്ലാം മുലകളാണ് എന്ന് അദ്ദേഹം പറയും. കാരണം ജീവൻ്റെ തുടിപ്പാണ്, ജീവൻ്റെ രസമാണ് ഈ അമ്മയുടെ മുലകൾ എന്ന് പറയുന്നത്. അതുപോലെ നാഗരികതയുടെ ജീവരക്തമാണ് വാസ്തവത്തിൽ ഈ പറയുന്ന ഭഗവത്ഗീതയും ബൈബിളും ഖുറാനും ഒക്കെ എന്ന് അദ്ദേഹം പറയും. അപ്പോൾ ഭഗവത്ഗീതയും കുറേ മുലകളും എന്നുള്ള കഥയൊക്കെ ആ പേര് ടൈറ്റിൽ മാത്രം കണ്ടാൽ ഇനി എത്ര കാലം അതിന് നിലനിൽക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ദയവേത് എനിക്ക് പറയാനുള്ളത് അതൊക്കെ ഒന്ന് വായിച്ചു നോക്കണം എന്നാണ്. അതിനർത്ഥം അദ്ദേഹത്തിന് ബൈബിളായാലും ഖുറാനായാലും ഗീതയായാലും അതൊക്കെ നാഗരികതയുടെയും സംസ്കാരത്തിൻ്റെയും ഊർജദായിനികളായിട്ടുള്ള ഉറവിടങ്ങളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആണ്. 1924 ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആലുവയിൽ. ഈ സർവമത സമ്മേളനത്തിൻ്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം വാദിക്കാനും തോൽപ്പിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് നാം ഇവിടെ ചേർന്നിരിക്കുന്നത് എന്നായിരുന്നു. സ്വാമി സത്യവ്രതനാണ് അന്ന് അതിൻ്റെ സ്വാഗത ഭാഷണം നടത്തിയത്. അത് വായിക്കേണ്ട ഒരു സ്വാഗത ഭാഷണമാണ്. അതിനകത്ത് വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യം, നാം ഈ പറയുന്ന പല മതങ്ങൾ യഥാർത്ഥത്തിൽ ഒരേ സാരമുള്ളതാണ്. പല മതം ഏകസാരം. ഇതറിയാതെ ആളുകൾ എന്തിനാണ് കലഹിക്കുന്നത് എന്ന് നാരായണ ഗുരു ചോദിക്കുന്നുണ്ട്. നാരായണ ഗുരു ആ കാര്യം ചോദിക്കുന്ന കാലത്ത് നിങ്ങൾക്കറിയാം, അതിന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാനൊക്കെ താമസിക്കുന്ന വടക്കേ മലബാറിൽ ഈ ഖിലാഫത്ത് പ്രസ്ഥാനവും ദേശീയ പ്രസ്ഥാനവും ചേർന്ന് അവിടുത്തെ ജന്മിത്വത്തിനും സാമ്രാജ്യത്വത്തിനും എതിരെയുള്ള വലിയൊരു സമരം ആരംഭിച്ചത്. എന്നാൽ ആ സമരത്തിൻ്റെ ഒരു നിർണായക ഘട്ടത്തിൽ ആ സമരത്തിന് നേതൃത്വം നൽകിയ രാഷ്ട്രീയ നേതാക്കന്മാരും പ്രസ്ഥാനവും അതിൽ നിന്ന് പിന്മാറിയതോടുകൂടി ആ സമരം പല വഴിക്ക് നീങ്ങി. അതിൽ വർഗീയമായ ചേരിതിരിവുകളുണ്ടായി. അതിൻ്റെ വാർത്തകളൊക്കെ തെക്കോട്ട് വന്നു. അത് ആശാനെ പോലും സ്വാധീനിച്ചു. ദുരവസ്ഥയിൽ അദ്ദേഹം എഴുതിയ ക്രൂര മുഹമ്മദർ എന്നൊക്കെ പറയുന്ന പ്രയോഗം അങ്ങനെ വന്നതെന്നൊക്കെ നമുക്കറിയാം. ഏതായാലും കലുഷിതമായൊരു അന്തരീക്ഷം തൻ്റെ നാട്ടിലും ഇന്ത്യയിലും ഉണ്ടായി വരുന്നതിൻ്റെ സൂചനകൾ നാരായണ ഗുരുവിന് ലഭിച്ചു. മാത്രമല്ല, മതപരിവർത്തനം എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമായി കേരളീയ സമൂഹത്തിലും ചർച്ച ചെയ്യപ്പെട്ടു. ഈ മതപരിവർത്തനത്തിൻ്റെയും മതവൈരാഗ്യത്തിൻ്റെയും സന്ദർഭത്തിലാണ് ആ ശ്രീനാരായണ ഗുരു ആലുവ മണപ്പുറത്ത് നാം പറയുന്ന സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത്. അങ്ങനെ ഈ മതങ്ങളെല്ലാം വാസ്തവത്തിൽ സാരാംശം കൊണ്ടൊന്നാണ് എന്ന് പറയുന്ന ആശയം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരാശയം ആണ്. ഇന്ത്യ അഥവാ ഇന്ത്യയുടെ സെക്കുലറിസം എന്ന് പറയുന്നത് ഏതെങ്കിലും മതങ്ങളെ പുറത്തു നിർത്തി രാഷ്ട്രീയത്തെ വേർപെടുത്തി നിർത്തുന്ന ഒരു സങ്കല്പം അല്ല. അങ്ങനെ ഒരു സങ്കല്പമുണ്ട്, അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മതം എന്ന് പറയുന്നത് പലതരം മതങ്ങൾ ഇടകലർന്ന് ജീവിക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ മതത്തെ ജീവിതത്തിൽ നിന്ന് രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്തു നിർത്തുക എന്നതിന് പകരം മതത്തിൻ്റെ ധാർമ്മികമായ മൂല്യങ്ങളെ രാഷ്ട്രീയത്തിൻ്റെ ധാർമ്മികതയുമായി ചേർത്ത് നിർത്തുന്ന ഒരു സവിശേഷമായ സമീപനമാണ് രൂപപ്പെട്ടു വരേണ്ടത് എന്ന ആശയം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മഹത്തായ ആശയം ആണ്. ബഷീർ തീർച്ചയായും ഗാന്ധിയെ തൊട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ സിരകളിലേക്ക് പകർന്നു കിട്ടിയ ഒരു പ്രധാനപ്പെട്ട കാര്യം മതത്തെക്കുറിച്ചുള്ള ഈ സാർവലൗകികമായ സങ്കല്പമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഭഗവത്ഗീതയും ഖുറാനും ബൈബിളും എല്ലാം അമ്മയുടെ അമ്മിഞ്ഞ പോലെ നാം രസിക്കേണ്ട ദർശനമാണ്, തത്വമാണ് എന്ന് തോന്നുന്നത് എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ തരത്തിൽ നാം വാസ്തവത്തിൽ ബഷീറിനെ
മനസ്സിലാക്കുമ്പോൾ ബഷീറിന് അതിരുകളില്ലാതാവുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. മതിലുകൾ അദ്ദേഹത്തിന് എല്ലായ്പ്പോഴും മനുഷ്യരെ അകറ്റുന്ന എല്ലാതരം മതിലുകളോടും അദ്ദേഹം കലഹിച്ചു എന്ന് വേണം കരുതാൻ. അത് അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തിൻ്റെ ഉള്ളടക്കം മാത്രമല്ല, അദ്ദേഹം വീണ്ടെടുത്ത രൂപങ്ങളുടെയും സവിശേഷത, എല്ലാ രൂപങ്ങളുടെയും അതിർത്തികളെ മായ്ച്ചു കളയുന്ന ഒരു സങ്കല്പമാണ് ബഷീർ വാസ്തവത്തിൽ തൻ്റെ രചനകളിൽ സൂക്ഷിച്ചത് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. നമുക്കറിയാവുന്നതുപോലെ സിദ്ധാന്തങ്ങളുടെ ഭാരം കൊണ്ട് തകർന്നു പോകുന്ന ഒന്നല്ല ബഷീറിൻ്റെ ആഖ്യാനം എന്നത്. ബഷീറിൻ്റെ ബാല്യകാല സഖിയിൽ നമുക്കറിയാവുന്ന വളരെ പ്രസിദ്ധമായ ഒരു രംഗമുണ്ട്. ആ രംഗത്തിൽ എത്രയോ ആളുകൾ ചർച്ച ചെയ്തൊരു കാര്യമാണ്. അതിൽ മജീദിൻ്റെ കാൽ വെള്ളയിൽ ഒരു കുരു വന്ന് പഴുത്ത് പൊട്ടുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ ഇവൻ തീരെ വയ്യാതെ കട്ടിലിൽ ഈ കാൽ വെള്ളയിൽ കുരു വന്ന് വേദനിച്ച് പൊളഞ്ഞ് കിടക്കുകയാണ്. സുഹറയ്ക്ക് അവനെ പോയി ഒന്ന് സമാധാനിപ്പിക്കണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷേ ആ മുറിയിൽ എപ്പോഴും ആളുകളായതുകൊണ്ട് അവൾക്ക് അവനോട് സ്വകാര്യമായി സംസാരിക്കാനുള്ളൊരവസരം കിട്ടുന്നില്ല. ഇവനാണെങ്കിൽ വേദന കൊണ്ട് പുളയുകയാണ്. ആരുമില്ലാത്ത ഒരു സമയം നോക്കി സുഹറ മജീദിൻ്റെ മുറിയിൽ പോകുന്നു. ആദ്യമായാണ് സുഹറ മജീദിനെ സ്പർശിക്കുന്നത്. മജീദിൻ്റെ കാലെടുത്ത് അവൾ മടിയിൽ വയ്ക്കുന്നു. അവൻ പറയുന്നത് ഞാനിപ്പോൾ മരിച്ചു പോകും എന്നാണ്. അത്രമാത്രം വേദനയാണ് അയാൾ അനുഭവിക്കുന്നത്. സുഹറയ്ക്കും കരച്ചിൽ വരുന്നുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ അവൾ ആദ്യമായി അവനെ ചുംബിക്കുന്നത് ചുണ്ടിലല്ല, പഴുത്തു പൊട്ടാറായ കുരുവിലാണ്. അവളുടെ ചുംബനമേൽക്കുന്നതോടെ ആ കുരു പൊട്ടുകയും അവൻ രോഗത്തിൽ നിന്ന് വിമുക്തനാവുകയും ചെയ്യുന്നതാണ് കഥ. ഇതിനെക്കുറിച്ച് പല പണ്ഡിതന്മാരും, ഞങ്ങളെപ്പോലുള്ള അക്കാദമിക പണ്ഡിതന്മാരിൽ പലരും അക്കാലത്ത് എഴുതിയത് ഫ്രോയിഡിയൻ മനഃശാസ്ത്രം ഉപയോഗിച്ച് ഇത് മുഴുവൻ സെക്ഷൽ സിംബോളിസമാണ് എന്നെഴുതിയിരുന്നു. ഇപ്പം അത് വായിക്കുമ്പോഴാണ് എത്രമാത്രം ചെറിയ കാഴ്ചയാണ് സിദ്ധാന്തങ്ങൾ പലപ്പോഴും നമുക്ക് തരുന്നത് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഇന്ത്യൻ വർണ്ണാശ്രമ വ്യവസ്ഥയിൽ ഏറ്റവും മോശപ്പെട്ട ഒരു ഭാഗമാണ് കാല് എന്ന് പറയുന്നത്. കാലിൽ നിന്ന് വന്ന ആളുകളൊക്കെ പാദജരാണ്, അവരൊക്കെ മറ്റുള്ളവരുടെ അടിമകളാണെന്നാണ് സങ്കല്പം. ആ കാലിലാണ് വാസ്തവത്തിൽ സുഹറ മജീദിനെ ആദ്യമായി ചുംബിക്കുന്നത്. അതിൻ്റെ പേര് കരുണ എന്നാണ്, അതിൻ്റെ പേര് ലിബിഡോ എന്നല്ല. ഫ്രോയിഡ് അതിനെ ലിബിഡോ എന്നും സെക്സ്വൽ എനർജി എന്നൊക്കെയാണ് വിളിക്കുക. വാസ്തവത്തിൽ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് നാം വിളിക്കേണ്ടത് അതിന് കരുണ എന്നാണ്. അങ്ങനെ കരുണയുടെ പാഠമാണ് ബാല്യകാല സഖിയിൽ നാം കണ്ടത്. പക്ഷേ സിദ്ധാന്തങ്ങളുടെ മഞ്ഞ വെളിച്ചം പലപ്പോഴും ആ ഒരു സൗന്ദര്യത്തെ കണ്ടെത്താൻ, അതിന് അനാദിയായ കാലം മുതൽ ഇന്ത്യയിൽ ഈ കരുണ എന്ന് പറയുന്ന സങ്കല്പത്തിന് ആഴത്തിലും വേരുണ്ട് നമുക്കറിയാം. ബുദ്ധനെ നാം ഓർക്കുന്നത് തന്നെ കരുണയുടെ പേരിലാണ്. ഈ കരുണ എന്ന് പറയുന്നത്, കമ്പാഷൻ എന്ന് പറയുന്നത് വാസ്തവത്തിൽ വലിയ ഒരു ഇന്ത്യൻ നാഗരികതയുടെയും സംസ്കാരത്തിൻ്റെയും എന്താ പറയുക, ഒരു പ്രതിരോധ മൂല്യം ആണ്. ബുദ്ധൻ ജാതി വ്യവസ്ഥയെയും ഈ സമൂഹത്തിലെ ശ്രേണികളെയും എതിർത്തത് കരുണയുടെ രാഷ്ട്രീയം കൊണ്ടാണ്. ഈ കരുണ തന്നെയാണ് ബാല്യകാല സഖിയിൽ നാം കാണുന്നത്. അപ്പോൾ ഇതേക്കുറിച്ച് ഞാൻ ഈ ബാല്യകാല സഖി സിനിമയായിരുന്നു, ആ സിനിമ സംവിധാനം ചെയ്ത സുഹൃത്തും ഒക്കെ ഒരിക്കൽ ഞങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വന്നപ്പോൾ ഈ കാര്യം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ കാര്യം കുറച്ച് മുമ്പ് എന്നോട് പറയായിരുന്നെങ്കിൽ എനിക്ക് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആ സിനിമ ചിത്രീകരിച്ചത് ഇങ്ങനെ ആവേണ്ടിയിരുന്നില്ല എന്നെനിക്ക് തോന്നി എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇത് വാസ്തവത്തിൽ ബഷീറിൽ ഇനിയും നാം കണ്ടെത്താനിരിക്കുന്ന ഈ പറയുന്ന ഇന്ത്യൻ നാഗരികതയുടെ പ്രതിരോധ മൂല്യത്തെ ഇനിയും നമുക്ക് വീണ്ടെടുക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാനൊരു 1-2 കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഈ ചരിത്രമെന്നും കഥ എന്നും ബഷീർ പറയുന്നു.
വാസ്തവത്തിൽ ചരിത്രം എന്ന് പറയുന്നത് വസ്തുനിഷ്ഠമാണ് എന്നും കഥ എന്ന് പറയുന്നത് കെട്ടിയുണ്ടാക്കുന്നതും അത് ജീവിതത്തിന് വലിയ വില കൽപ്പിക്കാത്തതാണ് എന്നും നാം കരുതിയിരുന്നു. അതുകൊണ്ട് ജീവിതത്തെ നമുക്ക് നമ്മുടെ ഭാവന കൊണ്ട് നിർമ്മിച്ചെടുക്കുന്ന കഥയ്ക്ക് വലിയ സ്ഥാനമില്ല എന്നും ചരിത്രമാണ് പ്രധാനമെന്നും നാം ഈ പാശ്ചാത്യ പ്രബുദ്ധതയുടെ കാലത്ത് നാം കരുതിയിരുന്നു. അതുകൊണ്ട് പാശ്ചാത്യ പ്രബുദ്ധത നമ്മളെ പഠിപ്പിച്ച ഒരു കാര്യം, സയൻസ് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ചരിത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് ചരിത്രം എഴുതുക എന്നതും ചരിത്രബോധമുണ്ടാവുക എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു മൂല്യമായി നാം കണ്ടു. എന്നാൽ കഥ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യരെ വഴിതെറ്റിക്കുന്നതാണ് എന്നും അത് ആസ്വദിക്കാനുള്ള ഒരു കാര്യം മാത്രമാണെന്നും അതിൽ വലിയ കാര്യമില്ല എന്നും നമ്മൾ കരുതി. എന്നാൽ ഇന്നത്തെ ഇന്ത്യയിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ നാം ജീവിക്കുന്നത് കഥയിലാണോ ചരിത്രത്തിലാണോ എന്ന്? ഒരു സംശയമില്ല, ഇന്ന് ഇന്ത്യ അനുദിനം നടന്നുകൊണ്ടിരിക്കുന്നത് കഥകളിലേക്കാണ് എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം ആണ്. അതുകൊണ്ടാണ് ബഷീർ പറഞ്ഞത് ചരിത്രം കഥയായും എഴുതാം എന്ന്. അങ്ങനെ വരുമ്പോൾ കഥ നിസ്സാരമായ ഒരു കാര്യമല്ല. നിങ്ങളുടെ ബോധ്യങ്ങളെ തകർക്കാൻ കഥയ്ക്ക് കഴിയുമെങ്കിൽ, ആ ബോധ്യങ്ങളെല്ലാം നിലനിർത്തേണ്ടതാണെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും കഥകളാണ് ഉണ്ടാക്കേണ്ടത് എന്ന് വരും. അതുകൊണ്ട് എന്താണ് ചരിത്രം എന്ന് ചോദിച്ചാൽ കഥകൾ തമ്മിലുള്ള സംഘർഷമാണ് ചരിത്രം എന്ന് പറയാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതുകൊണ്ടാണ് പണ്ട് ഗാന്ധി അദ്ദേഹം പുരളിയിലുള്ള ഈ ഹരിജന സംഘത്തിൻ്റെ ഒരു യോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ, ആ കാലത്ത് അവിടെ നമ്മൾ പറയുന്ന ഖാദിയുടെ പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പോൾ ഈ ഖാദിയുടെ പ്രചരണം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന തൻ്റെ പ്രസംഗം കേൾക്കാൻ വന്ന ആളുകളോട് ഗാന്ധി പറയുന്നത്, നോക്കൂ, രാമൻ്റെ രാജ്യത്ത് എല്ലാവരും ഖദറാണ് ഉടുത്തിരുന്നത് എന്ന് പറയും. അപ്പം രാമൻ്റെ രാജ്യത്ത് എല്ലാവരും ഖദറാണ് ഉടുത്തിരുന്നത് എന്ന് ഗാന്ധി പറയുമ്പോൾ അവിടെ ഇരുന്ന പലർക്കും ഇത് എന്തൊരു വിഡ്ഢിത്തമാണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് തോന്നിയിരുന്നു. കാരണം രാമൻ്റെ കാലത്ത് ഖദറുണ്ടാവാൻ ഒരു വഴിയില്ലല്ലോ ചരിത്രപരമായി അന്വേഷിച്ചാൽ. അതുപോലെ മറ്റൊരിക്കൽ ഗാന്ധി പറഞ്ഞു, ഈ ഭൂമികുലുക്കുണ്ടായൊരു സ്ഥലത്ത് പോയിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അയിത്തം ആചരിക്കുന്നത് കൊണ്ട് ഭൂമിദേവി കോപിച്ചത് കൊണ്ടാണ് ഈ ഭൂകമ്പം ഉണ്ടായത്, അതുകൊണ്ട് ഭൂകമ്പം ഇല്ലാതിരിക്കണമെങ്കിൽ നിങ്ങൾ അയിത്തം ഒഴിവാക്കണം എന്ന് ഗാന്ധി പറഞ്ഞു. ഇത് കേട്ട് അദ്ദേഹത്തിൻ്റെ വലിയ ആരാധകനും ഒക്കെ ആയിട്ടുള്ള ടാഗോർ അദ്ദേഹത്തോട് ചോദിച്ചു, മഹാത്മാവേ, താങ്കൾ എന്ത് വിഡ്ഢിത്തമാണ് ഈ പറഞ്ഞു, അന്ധവിശ്വാസം പ്രചരിപ്പിക്കലാണോ താങ്കളുടെ ജോലി എന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞത്, ഭൂകമ്പത്തിൻ്റെ ശാസ്ത്രം പഠിപ്പിക്കാനല്ല ഞാൻ അവിടെ പോയത്, ആ മനുഷ്യരുടെ മനോഭാവം മാറ്റാനാണ് എന്നാണ്. അതുകൊണ്ട് ബുദ്ധി കൊണ്ട് മാത്രമല്ല, മനോഭാവങ്ങൾക്കകത്താണ് മനുഷ്യർ ജീവിക്കുന്നത് എന്നും മനോഭാവത്തെ മാറ്റാൻ കഥകൾ വേണമെന്നും ഗാന്ധിക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഗാന്ധി പറഞ്ഞു, നിങ്ങൾ പറയുന്ന ഈ ഭഗവത്ഗീത എന്ന് പറയുന്നത് വാസ്തവത്തിൽ അതിലെ അർജുനനും അതിലെ കൃഷ്ണനും അതിലെ യുദ്ധവും ഒന്നും യഥാർത്ഥത്തിൽ നടന്ന കാര്യങ്ങളല്ല. അതിൽ കൃഷ്ണൻ വാസ്തവത്തിൽ അർജുനനോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്നവരാരായാലും അവരെ ഹനിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് കീഴ്പ്പെടുത്തണം എന്നാണ്. അതുകൊണ്ട് അർജുനനെ യുദ്ധത്തിന് പ്രേരിപ്പിച്ച കൃതി ഹിംസയുടെ പുസ്തകമെന്ന് നിങ്ങൾ വിളിക്കുന്ന ഭഗവത്ഗീത എന്നെ സംബന്ധിച്ചിടത്തോളം അത് അഹിംസയുടെ പുസ്തകമാണ് എന്നും, അതുകൊണ്ടാണ് അദ്ദേഹം അനാസക്തി യോഗം എന്ന് പറയുന്ന വ്യാഖ്യാനത്തിൽ അത് അഹിംസയുടെ പുസ്തകമാണ്, അതൊരു കാവ്യമാണ്, അതിലെ അർജുനനും കൃഷ്ണനുമൊക്കെ കഥാപാത്രങ്ങളാണ്, അതൊന്നും തന്നെ നാം കരുതുന്നത് പോലെ ചരിത്ര പുരുഷന്മാരോ ചരിത്ര സംഭവങ്ങളോ അല്ല, ചരിത്രം എനിക്കറിയില്ല എന്ന് ഗാന്ധി പറയുന്നുണ്ട്. അതുകൊണ്ട് ഗാന്ധി എല്ലായ്പ്പോഴും ചരിത്രത്തിൽ പലതും നടന്നിരിക്കും. അതുകൊണ്ടാണ് അദ്ദേഹത്തോട് ചോദിച്ചു, ശംഭൂകനെ കൊന്നതിനെക്കുറിച്ച് ഗാന്ധിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ രാമൻ ശംഭൂകനെ കൊല്ലില്ല എന്നാണ് ഗാന്ധി പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നടന്നിട്ടുണ്ടല്ലോ, അങ്ങനെ ചരിത്രത്തിൽ പലതും നടന്നിട്ടുണ്ടാവും, അതൊന്നും എൻ്റെ വിഷയമല്ല എന്ന് ഗാന്ധി പറയുന്നുണ്ട്. അതുകൊണ്ട് ഗാന്ധിയുടെ രാമൻ ഗാന്ധിയുടെ കഥാപാത്രം ആണ്. അതാ.
ആ കഥ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം രാമനെക്കുറിച്ച് പറഞ്ഞത് മനുഷ്യർ തമ്മിലുള്ള സ്നേഹം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയാണ് എന്നർത്ഥം. അതുകൊണ്ട് ഗാന്ധിയുടെ രാമൻ യഥാർത്ഥത്തിൽ ഗാന്ധിയുടെ മാത്രം രാമനാണ്. ഞാൻ ഒരിക്കൽ ഈ ലൈബ്രറി സയൻസ് പഠിക്കുന്ന കുട്ടികളോട് അവിടെ പോയിട്ട് സംസാരിക്കേണ്ടി വന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഭഗവത്ഗീത നിങ്ങൾ ഏത് റാക്കിലാണ് കൊണ്ടുവയ്ക്കുക എന്ന് ചോദിച്ചു. അത് ഫിലോസഫിയാണോ സംസ്കൃതമാണോ, നിങ്ങൾ ഏത് റാക്കിൽ കൊണ്ടുവയ്ക്കും? ഞാൻ പറഞ്ഞു, ഗാന്ധിയാണ് ലൈബ്രറിയനെങ്കിൽ അദ്ദേഹം അതൊരു കവിതയുടെ കൂടെയാണ് കൊണ്ടുവയ്ക്കുക. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് കാവ്യം ആണ്. അത് മനുഷ്യരുടെ മനസ്സ് മാറ്റാൻ, മനോഭാവം മാറ്റാൻ വേണ്ടി ഒരു കവി എഴുതിയതാണ് എന്ന് ഗാന്ധി പറയും. അതുകൊണ്ട് ഗാന്ധിയെ മനസ്സിലാക്കൽ വളരെ പ്രയാസമാണ്, ബഷീറിനെ മനസ്സിലാക്കലും. അതാണ് ഒരുപക്ഷെ ജനുവരി 30-ന് ബഷീറിനെ ഓർക്കുന്നതിൽ ഇങ്ങനെ ആഴത്തിലുള്ള ചില ബന്ധങ്ങൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഗാന്ധി അത്രമാത്രം, ഒരുപക്ഷെ ഇതെല്ലാം ബഷീർ ഗാന്ധിയെ വായിച്ച് മനസ്സിലാക്കിയതുകൊണ്ട് സംഭവിച്ചതാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഗാന്ധിയുടെ സ്വാധീനം ബഷീറിൽ എങ്ങനെയാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ, ഈ അതിരുകളെ മായ്ച്ചു കളയുന്നതിലും, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഗാന്ധിയുടെ ആശ്രമം തന്നെയാണ് ബഷീറിൻ്റെ ഏറ്റവും എന്താ പറയുക, ആദർശാത്മകമായ റിപ്പബ്ലിക് എന്ന് വേണമെങ്കിൽ പറയാം. ബഷീറിൻ്റെ ആദർശാത്മകമായ റിപ്പബ്ലിക് ഒരു പക്ഷേ ഗാന്ധിയുടെ ആശ്രമമായിരിക്കാം. അവിടെ എല്ലാ മതങ്ങളും ഒരുമിച്ച് വരുന്നു, എല്ലാ ആശയങ്ങളും ഇടകലരുന്നു. അങ്ങനെ മനുഷ്യരുണ്ടാക്കി വെച്ച എല്ലാ മതിലുകളും പൊളിഞ്ഞു പോകുന്ന ഒന്നിനെയാണ് വാസ്തവത്തിൽ ബഷീർ ഗാന്ധി എന്ന് വിളിച്ചത്. അതിനെ ഞാൻ തൊട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് അതിരുകൾ മാഞ്ഞുപോയ ഒരു ലോകം, അതിനെയാണ് അപാര ലോകം. അപാരം എന്ന വാക്ക്, അപാരത എന്നത് ബഷീർ നിരന്തരം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അപാരത എന്നതിൻ്റെ അർത്ഥം തന്നെ അതിരില്ലാത്തത് എന്നാണ്. അതിരുകളില്ലാത്ത ഒന്നിനെയാണ് ബഷീർ സ്വപ്നം കണ്ടത്. ഇന്ന് നാം കൂടുതൽ കൂടുതൽ അതിരുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിരുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് അപാരതയെ സ്വപ്നം കണ്ട ഈ എഴുത്തുകാരനെ അല്ലാതെ നമുക്ക് ആരെയാണ് ആശ്രയിക്കാനാവുക എന്നാണ് ഈ ജനുവരി 30-ന് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു ചെറിയ കാര്യം. അതുകൊണ്ട് ബഷീറിനെ സംബന്ധിച്ചിടത്തോളം ബഷീർ എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത ഡീടെറിട്ടോറിയലൈസേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ആണ്. ടെറിട്ടറികളിൽ നിന്ന് അദ്ദേഹം പുറത്തു കടക്കുന്നു എന്നതാണ് പ്രധാനം. നിങ്ങളത് നോക്കൂ, ഈ ടെറിട്ടറി എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൾച്ചറാണ്. ബഷീറിൻ്റെ നോവലിനകത്ത് നമ്മൾ സാധാരണ നിലയ്ക്ക് കാണുന്ന സംസ്കാരം എന്ന് പറയുന്ന ഒന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ സംസ്കാരം എന്നതിനെ നിർവചിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനം സ്പേസും ടൈമുമാണ്. സ്ഥലവും കാലവുമാണ് സംസ്കാരത്തെ നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും പ്രധാനം. ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന് പറയുന്ന ആ കഥയൊന്ന് എടുത്തു നോക്കൂ. എന്താണ് അതിലെ സ്പേസ്? കേശവൻ നായർ താമസിക്കുന്ന ഒരു ചെറിയ മുറിയാണ് സാറാമ്മയുടെ അച്ഛൻ വാടകയ്ക്ക് കൊടുത്ത ആ ചെറിയ മുറിയിലാണ് ആ കഥ മുഴുവൻ നടക്കുന്നത്. ഏറ്റവും അവസാനം ഒരു തീവണ്ടി യാത്ര പോകുന്നുണ്ടെങ്കിലും ആ തീവണ്ടി യാത്രയിൽ ആ ക്യാബിനകത്ത് അവർ മാത്രമേ ഉള്ളൂ, ലോകത്ത് മറ്റാരുമില്ല. അങ്ങനെ വളരെ ലിമിറ്റഡ് ആയ ഒരു സ്പേസിനകത്താണ് ബഷീറിൻ്റെ കഥകളെല്ലാം ചുരുൾ നിവരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം കാലത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ ഖജനാവിൽ മാത്രമേ അനന്തമായ സമയമുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ്റെ കാലം എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു കാലമാണ്. മനുഷ്യൻ്റെ ലോകം എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു ലോകമാണ്. നമ്മുടെയൊക്കെ ലോകം അങ്ങനെയാണ്. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ലോകം മുഴുവൻ കണ്ട, ചരിത്രം മുഴുവൻ അറിയാവുന്ന ആളുകളാണെന്ന്. വാസ്തവത്തിലല്ല. നമ്മൾ ജീവിക്കുന്നത് വളരെ നിസ്സാരമായ ഒരു കാലത്തിലും നിസ്സാരമായ ഒരു സ്ഥലത്തുമാണ്. അതിനകത്ത് വെച്ച് ആണ് നമ്മൾ ഈ ലഹളകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ലിമിറ്റഡ് ആയ ടൈം സ്പേസ്, ടെമ്പോറൽ സ്പേഷ്യൽ ഡയമെൻഷൻ എന്ന് വിളിക്കുന്ന, അതാണ് കൾച്ചർ എന്ന് പറയുന്നത്. അതിൽ നിന്ന് വിമുക്തമാവുക എന്നത് വളരെ പ്രധാനമാണ്. അതിനോട് വല്ലാതെ ചേർന്ന് നിൽക്കുമ്പോഴാണ് പ്രത്യയശാസ്ത്ര ഭാരം നമ്മൾ അനുഭവിക്കുന്നത്. പ്രത്യയശാസ്ത്രപരമായ ഭാരത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന, അപ്പൂപ്പൻ താടികളെ പോലെ പറന്നു നടക്കാൻ കഴിയുന്ന ഒരു മനുഷ്യ ജീവിതത്തെയാണ് വാസ്തവത്തിൽ ബഷീർ സ്വപ്നം കാണുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ബഷീർ ഡീടെറിട്ടോറിയലൈസേഷൻ, നമ്മളുടെ വേരിനെ മുഴുവൻ മാറ്റിക്കളയുക, എന്നിട്ട് നമുക്ക് എങ്ങനെ ഈ ആകാശചാരികളായി മാറാം എന്നാണ് വാസ്തവത്തിൽ ബഷീർ ആലോചിക്കുന്നത്. നമ്മൾ ഇന്ന് വലിയ വലിയ എടുപ്പുകൾ ഉണ്ടാക്കി
എല്ലാം പ്രതിഷ്ഠിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. അതാണ് ഈ പ്രതിഷ്ഠയുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പ്രതിഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കുക എന്നാണ് അർത്ഥം. എന്നാൽ ഉറപ്പിക്കുന്നതിലല്ല ബഷീർ ശ്രമിച്ചത്. ഉറച്ച എല്ലാറ്റിനെയും അദ്ദേഹം വാസ്തവത്തിൽ ആ കെട്ടുകളിൽ നിന്ന് വിമുക്തമാക്കാനാണ് ശ്രമിച്ചത് എന്ന് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. അതുകൊണ്ട് ബഷീറിൻ്റെ ലിറ്ററേച്ചറിനെ കുറിച്ച് ഈ ദെല്യൂസൊക്കെ സൂചിപ്പിക്കുന്ന ഒരു വാക്കുണ്ട്, മൈനർ ലിറ്ററേച്ചർ. മൈനർ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാഹിത്യത്തിൽ അഭിജാതമായി കൽപ്പിക്കപ്പെട്ട സാഹിത്യ പാരമ്പര്യങ്ങളുണ്ട്. ആ പാരമ്പര്യങ്ങൾക്കകത്ത് ഒരു ഇതര പാരമ്പര്യം സൃഷ്ടിക്കുന്നതിനെയാണ് വാസ്തവത്തിൽ ഈ മൈനർ ലിറ്ററേച്ചർ എന്ന് ദെലൂസ് വിളിക്കുന്നത്. അപ്പോൾ അതിനൊരു മാതൃകയായിട്ട് പറയുന്നത് ഒരു എലി മാളം തുരക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു നായ ഒരു മാളം ഉണ്ടാക്കുന്നത് പോലെ ഈ മഹത്തായ സാഹിത്യ പാരമ്പര്യത്തിനകത്ത് ബഷീർ മറ്റൊരു മാളം നിർമ്മിച്ചെടുക്കുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിലും അത് എത്ര വായിച്ചാലും മതിയാവില്ല എന്നതുകൊണ്ട് ബഷീറിനെ അനുസ്മരിക്കുന്ന ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ കേൾക്കുക എന്നുള്ളതാണ് ഒരുപക്ഷെ എൻ്റെ വാക്കുകൾ കേൾക്കുന്നതിനേക്കാൾ പ്രധാനമെന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ടും ഒരു ചെറിയ ഭാഗം ഞാൻ ഉദ്ധരിക്കാം. തീർച്ചയായും അത് പാത്തുമ്മയുടെ ആടിൽ അബ്ദുൽ ഖാദറുമായിട്ടുള്ള സംഭാഷണമാണ്. അത് എല്ലാവർക്കും, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം എന്നെനിക്കറിയാം, എങ്കിലും അത് ഞാൻ ഒന്നും കൂടി വായിക്കാം. അബ്ദുൽ ഖാദറിന് എല്ലാ പുസ്തകം എടുത്തു കൊടുക്കുകയാണ് ബഷീർ. അവൻ എൻ്റെ സാഹിത്യത്തിൽ കമ്പം കയറിയിരിക്കുന്നു, എന്നെ ഒരു മഹാസാഹിത്യകാരനായി ഇതാ ഇവൻ അംഗീകരിക്കാൻ പോകുന്നു. എല്ലാ പുസ്തകം അവനെടുത്തു കൊടുത്ത് അദ്ദേഹം അയാളോട് തന്നെ കുറച്ച് പൈസ വാങ്ങിയിട്ട് ചായ കുടിക്കാൻ പോകുന്നുണ്ട് ബഷീർ. ചായ കുടിച്ച് തിരിച്ചു വരുമ്പോഴേക്കും പുസ്തകമൊക്കെ വായിച്ചിട്ടുണ്ടാവും എന്നാണ്. പക്ഷേ വായനയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു വലിയ പേന എടുത്ത് വെച്ചിട്ടാണ് അബ്ദുൽ ഖാദർ ഇരിക്കുന്നത്. ഇക്കാക്ക ഇങ്ങോട്ട് വരൂ, എന്തോ അത്യാവശ്യ കാര്യമായിരിക്കണം. ഞാൻ എണീറ്റ് ചെന്ന് അവൻ്റെ അടുത്ത് പായലിരുന്നു. അവൻ ഏറ്റവും അവജ്ഞയോടെ എന്നെ ഒന്ന് നോക്കി, എന്നിട്ടൊരു വാക്യം വായിച്ചു. സ്റ്റൈലൻ വാക്യമാണ്, പക്ഷെ അവൻ ചോദിച്ചു, ഇതിലെ ആഖ്യാതം എവിടെ? എനിക്കൊന്നും മനസ്സിലായില്ല. എന്താഖ്യാതം? അവനൊരു കൊച്ചു വിദ്യാർത്ഥിയോടെന്ന വണ്ണം എന്നോട് കുറെ സംസാരിച്ചു. അതിൽ ആഖ്യാതം, അന്വയം, ലൊട്ട്, ലൊടുക്ക് മുതലായ വ്യാകരണ സംബന്ധിയായ ചപ്പളാച്ചി ചർച്ചകളാണ്. ലൊട്ട്, ലൊടുക്ക് എന്നൊന്നും അവൻ പറഞ്ഞില്ല. അരമണിക്കൂർ നേരത്തെ വർത്തമാനത്തിൽ അവൻ എന്നെ അജ്ഞനാക്കി വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഇക്കാക്ക വ്യാകരണം പഠിക്കണം. തന്നെയുമല്ല, കുറെ വ്യാകരണ പുസ്തകങ്ങളുടെ പേരുകളും അവൻ ഉപദേശിച്ചു തന്നു. എനിക്കങ്ങ് ദേഷ്യം വന്നു. കിലുകില വിറച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, പോടാ എണീറ്റ്. അവൻ്റെ ഒരു ലൊടുക്കു സാഖ്യ. അപ്പോൾ ഈ വിമർശനം വാസ്തവത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ മെജോറിറ്റി ലിറ്ററേച്ചർ എന്ന് പറയുന്ന ആ മേജർ ലിറ്ററേച്ചർ ഉണ്ടല്ലോ, ആ മേജർ ലിറ്ററേച്ചറിനോടുള്ള പ്രതിഷേധമാണ് ബഷീർ അവതരിപ്പിക്കുന്നത്. അതൊന്നും ബഷീർ ആലോചിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ബഷീർ മൈനർ ലിറ്ററേച്ചർ ഉണ്ടാക്കാൻ അദ്ദേഹം ചെയ്യുന്നത് ഇതേ ഭാഷയുടെ തന്നെ എല്ലാതരം ചിട്ടകളെയും അദ്ദേഹം ലംഘിക്കുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. അത് ബോധപൂർവം ലംഘിക്കുന്നതല്ല, അദ്ദേഹത്തിന് അറിയാവുന്ന ഒരു ഭാഷയിൽ അദ്ദേഹം അത് നിർവഹിക്കുമ്പോൾ അതങ്ങനെ സംഭവിക്കുകയാണ്. അതാണ് പ്രതിഭ എന്ന് പറയുന്നത്. അങ്ങനെ മൈനർ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് വാസ്തവത്തിൽ നാം എല്ലാം ഉപയോഗിക്കുന്ന മലയാള ഭാഷ തന്നെ, ഇതുവരെ സാഹിത്യം എഴുതിയ ഭാഷ തന്നെയാണിത്. പക്ഷെ അതേ ഭാഷ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ വലിയ സാഹിത്യത്തിൻ്റെ ഈ വലിയ ദന്തഗോപുരത്തിനകത്ത് നിങ്ങൾക്കൊരു എലിമാളം ഉണ്ടാക്കാൻ കഴിയുമോ എന്നതാണ് ഒരു പ്രധാനപ്പെട്ട അന്വേഷണം. അതാണ് ബഷീർ ചെയ്യാൻ ശ്രമിച്ചത്. സാഹിത്യത്തിൻ്റെ ദന്തഗോപുരത്തിനകത്തൊരു മാളം ഉണ്ടാക്കാൻ അതേ ഭാഷ കൊണ്ടും അതേ ലോകം കൊണ്ടും ബഷീർ ശ്രമിക്കുകയാണ് ചെയ്തത് എന്ന് പറയാം. മാത്രമല്ല, ബഷീർ ഒരിക്കലും ബഷീറിൻ്റെ നോവലിൽ ബഷീർ എവിടെയാണ് നിൽക്കുന്നത്, ആഖ്യാതാവ് എവിടെയാണ് നിൽക്കുന്നത്, കഥാപാത്രം എവിടെയാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് തീരുമാനിക്കാനേ പറ്റില്ല. നേരത്തെ ഞാൻ പറഞ്ഞ ഭഗവത്ഗീതയും കുറേ മുലകളും എന്നത് വാസ്തവത്തിൽ AKTKM വാസുദേവൻ നമ്പൂതിരിപ്പാടെന്ന് പറയുന്ന മംഗളോദയത്തിൻ്റെ പഴയ പ്രസാധകൻ, വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് ചരിത്രത്തിൽ. മലയാള പ്രസാധന ചരിത്രത്തിൽ ഈ AKTKM എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു പേരാണ്. അതൊക്കെ പിൽക്കാലത്ത് നമ്മൾ മനസ്സിലാക്കുന്നത്. എഴുത്തുകാരോട് ഇത്ര മാന്യമായി പെരുമാറിയ ഒരു പ്രസാധകൻ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അതാണ് അത് അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ അത് മനസ്സിലാവുള്ളൂ. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു ആവശ്യത്തിന് വേണ്ടി ഇത് നോക്കിയിരുന്നു. എഴുതുന്നതിന് മുമ്പ്
എഴുത്തുകാർക്ക് റോയൽറ്റി കൊടുക്കുകയും അവരാവശ്യപ്പെട്ടതിനേക്കാൾ കൂടുതൽ റോയൽറ്റി നൽകുകയും വളരെ മാന്യമായി അവരോട് പെരുമാറുകയും ചെയ്തിരുന്നു അദ്ദേഹം. ആ സംഭവം സൂചിപ്പിച്ചുകൊണ്ടാണ് ഭഗവത്ഗീതയും കുറേ മുലകളും എന്നുള്ള ആ കഥ ആരംഭിക്കുന്നത്. ഈ AKTKM മുന്നിൽ ആളുകൾ അങ്ങനെ ഇരിക്കൊന്നുമില്ല എഴുത്തുകാർ. പക്ഷെ ബഷീറിന് അതൊന്നും അറിയില്ല. ബഷീർ നേരെ പോയി, പ്രസാധകനാണല്ലോ, ആദ്യമായിട്ട് അദ്ദേഹത്തെ കാണാൻ പോയത്, നേരെ മുന്നിലിരുന്നു. കസേലകളൊക്കെ ഒഴിഞ്ഞിരിക്കുന്ന ആൾക്കാരൊക്കെ പഞ്ചപുച്ഛം അടക്കി ബാക്കിൽ നിൽക്കണമെന്ന് അയാൾ ശ്രദ്ധിച്ചിട്ടില്ല. നേരെ പോയി കാലിൻ്റെ മുകളിൽ കാലൊക്കെ കയറ്റി വെച്ച് അവിടെ ഇരുന്ന് കയ്യിലുള്ളൊരു ബീഡി വലിക്കാൻ തുടങ്ങി. ഉടനെ AKTKM ചെയ്യുന്നത് ഒരു ആസ്ട്രോ കൊണ്ടുവന്നിട്ട് ഇതിലിട്ടോളൂട്ടോ എന്ന് പറയാൻ. അതാണ് ആദ്യത്തെ എൻകൗണ്ടർ, പ്രസാധകനും എഴുത്തുകാരനും തമ്മിലുള്ള എൻകൗണ്ടർ. എന്നിട്ട് എല്ലാ പ്രസാധകരെ പോലെ ആയിരിക്കും ഇദ്ദേഹം എന്നുള്ളതുകൊണ്ട് ആദ്യം തന്നെ ബഷീർ വളരെ കടുംപിടുത്തത്തിലാണ് സംസാരിക്കുന്നതൊക്കെ. പക്ഷെ പിന്നീടാണ് അദ്ദേഹം വളരെ ഉദാരനായ ഒരാളാണെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ വാസ്തവത്തിൽ ആ ഇരിപ്പും ആ ബീഡി വലിക്കലും ഇതെല്ലാം വാസ്തവത്തിൽ ഈ പറഞ്ഞ ബഷീർ ഇതൊന്നും ബോധപൂർവം ധിക്കരിക്കണം എന്ന് വിചാരിച്ച് ചെയ്യുന്നതല്ല. പക്ഷെ ചെയ്യുന്നതെല്ലാം ഈ പറഞ്ഞ ഒരു ബദൽ ആഖ്യാനങ്ങളായി മാറുന്നു എന്നതാണ് പ്രധാനം. അത് ബഷീറിൻ്റെ ജീവിതത്തിലുണ്ട്, അത് ബഷീറിൻ്റെ എഴുത്തിലുണ്ട്. അതുകൊണ്ട് ബഷീറിന് വട്ടേതാണ്, എഴുത്തേതാണ്, ജീവിതം ഏതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ബഷീറിന് വട്ടാണ്, അത് ഒറിജിനലാണ് എന്ന്. ഇതൊന്നും തമ്മിലുള്ള വേർതിരിവ് അദ്ദേഹത്തിന് മനസ്സിലാവില്ല. എവിടെയാണ് ജീവിതം അവസാനിക്കുന്നത്, എവിടെയാണ് ഭ്രാന്ത് തുടങ്ങുന്നത്, എവിടെയാണ് എഴുത്ത് തുടങ്ങുന്നത്? ഈ അതിരുകളില്ലാതായിത്തീരുന്ന അപാരതയാണ് വാസ്തവത്തിൽ, അതിൻ്റെ ഭാഗമാണ് ബഷീറിനെ സംബന്ധിച്ചിടത്തോളം ഇത് മുഴുവൻ. അങ്ങനെ ബഷീറിൻ്റെ ആഖ്യാനത്തിനകത്ത് നമ്മൾ ബഷീറിനെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു കഥ വായിക്കാൻ അല്ലെങ്കിൽ വായിച്ചെന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ സമ്പൂർണമായ രചനകളിലൂടെ കടന്നു പോവുക എന്നത് പ്രധാനമാണ്. ആ രചനകളെല്ലാം കൂടി ഒരുമിച്ചാണ് നമ്മളോട് സംസാരിക്കുന്നത്. അതാണ് നിങ്ങൾക്ക് അദ്ദേഹം തന്നെ സൂചിപ്പിച്ചതുപോലെ മുച്ചിട്ട് കളിക്കാരൻ്റെ മകൾ വായിക്കുമ്പോൾ നിങ്ങൾ ആനവാരിയും പൊൻകുരിശും അത് വായിക്കണം. അത് കഴിഞ്ഞ് അപ്പുറത്ത് ബാല്യകാലസഖി വായിക്കണം. അപ്പോൾ ഒരു കളക്റ്റീവ് എനൗൺസിയേഷൻ എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട്. എല്ലാം ചേർന്ന ഒരു വലിയ കാഹളമാണ്. കാഹളം എന്ന് പറയുക, കാഹളം മുഴങ്ങുന്നുള്ളൊരു കഥ തന്നെ വാസ്തവത്തിൽ ബഷീർ എഴുതിയിട്ടുണ്ടല്ലോ. എന്താണ് ഈ കാഹളം, അന്തിമ കാഹളം എന്ന് പറയുന്ന ഒരു കഥ അദ്ദേഹം എഴുതുന്നുണ്ട്. അപ്പം ആ നിലയ്ക്ക് ഈ കാഹളമാണ് വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ എന്നുടെ ഒച്ച കേട്ടുവോ വേറിട്ട് എന്ന് ചോദിക്കുന്ന ഏർപ്പാടല്ല. എല്ലാ ശബ്ദങ്ങളും ഒരുമിച്ചാണ്. അതിനകത്ത് ബഷീറിൻ്റെ ശബ്ദം ഉണ്ടാവും, ആടിൻ്റെ ശബ്ദം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും അതിനകത്ത്. അങ്ങനെയാണ്. അങ്ങനെ ഈ കാഹളമാണ് അതിനകത്തുള്ളത്. പക്ഷേ അതിൽ ചരിത്രവും നേരത്തെ പറഞ്ഞ പോലെ ഭാവനയും എല്ലാം കൂടിക്കലർന്നിട്ടുണ്ടാവും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഡെല്യൂസ് പറയുന്നതാണ് മൈനർ ലിറ്ററേച്ചറിനെ കുറിച്ച്. ഈ പൊളിറ്റിക്കൽ എൻഗേജ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് മൈനർ ലിറ്ററേച്ചറിൽ. സാധാരണ നമുക്കറിയാം OV വിജയൻ്റെ ധർമ്മപുരാണം എന്ന് പറയുന്നത് അടിമുടി രാഷ്ട്രീയ പരാമർശം ഉള്ളതാണ്. പൊതുവെ നമ്മുടെ സാഹിത്യത്തിലെ ഒരു പ്രവണത എന്താണെന്ന് ചോദിച്ചാൽ, സാഹിത്യം എഴുതുന്ന ആ കഥയ്ക്കകത്തുള്ള കഥാപാത്രങ്ങളും കഥയ്ക്കകത്തുള്ള സംഭവങ്ങളുടെ എല്ലാം പശ്ചാത്തലമായിട്ടാണ് പൊളിറ്റിക്സ് നിൽക്കുക. എന്നാൽ എഴുതുന്നതെല്ലാം പൊളിറ്റിക്കലി എൻഗേജ് ചെയ്യുന്ന ഒരു എഴുത്താണ് മൈനർ ലിറ്ററേച്ചറിൻ്റെ പ്രത്യേകതയായിട്ട് ഡെല്യൂസ് പറയുന്നത്. ഇപ്പോൾ ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. എങ്ങനെയാണ് ബഷീറിൻ്റെ എഴുത്ത് പൊളിറ്റിക്കൽ ആവുന്നത്? അദ്ദേഹം പൊളിറ്റിക്സ് എഴുതാനോ പൊളിറ്റിക്സിൻ്റെ പശ്ചാത്തലം ഒന്നും അദ്ദേഹം പരിശോധിക്കുന്നില്ല. അതൊന്നും അദ്ദേഹത്തിൻ്റെ വിഷയമല്ല. വെറുതെ ഒരു സെൻറ്റൻസ് ഞാൻ വായിക്കാം. ഒരു പ്രാധാന്യമില്ലാത്തൊരു സെൻറ്റൻസാണ്. പക്ഷെ നോക്കൂ, അവനെയും എന്നെയും ഒരുമിച്ച് ഒരു ദിവസമാണ് സ്കൂളിൽ കൊണ്ടുപോയാക്കിയത്. ഇതും പാത്തുമ്മയുടെ ആടിലുള്ളതാണ്. അന്ന് അത് മുഹമ്മദൻ സ്കൂളായിരുന്നു. ഉമ്പിണി അണ്ണൻ എന്ന് പേരായ ഒരു ഭക്തനാണ് ആ സ്കൂൾ പണി കഴിപ്പിച്ചത്. മുഹമ്മദൻ സ്കൂളാണ്, പക്ഷെ അത് നടത്തുന്നത് ഭക്തനായ ഒരു ഹിന്ദുവാണ്. ഇത് സാമാന്യമായിട്ട് എഴുതി പോകുന്നതാണ്. പക്ഷെ എനിക്കറിയാം, ഞാനൊരു മാപ്പിള കലണ്ടറുള്ളൊരു സ്കൂളിലാണ് പഠിച്ചത്. ആ സ്കൂൾ നടത്തിയിരുന്നത് ഞങ്ങളുടെ നാട്ടിലെ ഒരു സമ്പന്ന കുടുംബത്തിൽപ്പെട്ട ഒരു നായർ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. ഈ മാപ്പിള കലണ്ടർ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ആരംഭിച്ച ഒരു സവിശേഷമായ സമ്പ്രദായമാണ്. മലബാറിൽ നേരത്തെ പറഞ്ഞ ഈ കലാപങ്ങളൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ
മുസ്ലിങ്ങൾക്ക് പൊതുവിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് അവർക്ക് പൊതുവിദ്യാഭ്യാസം നൽകണം. പക്ഷെ അവരുടെ മതവിദ്യാഭ്യാസത്തിന് അതൊരു തടസ്സമാകരുത്. അങ്ങനെ വെള്ളിയാഴ്ച സ്കൂൾ ഉണ്ടാവില്ല, നോമ്പ് കാലത്ത് ഒരു മാസം സ്കൂൾ ഉണ്ടാവില്ല, പകരം ഏപ്രിൽ മാസത്തിൽ സ്കൂൾ ഉണ്ടാവും. ഇതിനെയാണ് മാപ്പിള കലണ്ടർ എന്ന്. കൊളക്കാട്ടിയാലി AMLP സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. എന്ന് പറഞ്ഞാൽ ഈ മാപ്പിള ലോവർ പ്രൈമറി സ്കൂളാണ്. ഇപ്പം പല ആളുകളും വിചാരിക്കുന്നത് അതെന്തോ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സ്കൂളാണ്, മുസ്ലിങ്ങൾ നടത്തുന്ന, മുസ്ലിങ്ങൾക്ക് വേണ്ടി നടത്തുന്ന സ്കൂളാണെന്നൊക്കെ ധരിക്കുന്ന കുട്ടികൾ ഇപ്പോൾ ഉണ്ട്. എത്ര കൃത്യമായിട്ടാണ് അദ്ദേഹം എന്തിനാണ് ഇത്, ആ സ്കൂൾ ആരാ നടത്തണമെന്ന് പറയേണ്ട കാര്യമില്ല. പക്ഷെ അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, അത് മുഹമ്മദൻ സ്കൂളായിരുന്നു, ഉമ്പിണി അണ്ണൻ എന്ന് പേരായ ഒരു ഭക്തനാണ് ആ സ്കൂൾ പണി കഴിപ്പിച്ചത്. ആ ഒരു സെന്റൻസ് ഒരു ചരിത്രവാക്യമാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയ മൂല്യമുള്ള ഒരു വാക്യമാണ്. അതേപോലെ അദ്ദേഹം വേറൊരിടത്ത് പറയുന്നുണ്ട്, ഭഗവത്ഗീത കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം നടത്തുന്ന ശ്രമമാണല്ലോ ഈ ഭഗവത്ഗീതയും കുറേ മുലകളും. അതിൻ്റെ കോപ്പി മാത്രം ഫ്രീ കൊടുത്തില്ല ഈ AKTKM. അതാണ് പ്രശ്നം. കാരണം വലിയ വിലയുള്ള പുസ്തകമാണ്. അതിലെ ചോദ്യം ഇതാണ്, മുസ്ലിമായ ഒരാൾക്ക് എന്തിനാണ് ഭഗവത്ഗീത? ഇതായിരുന്നു ചോദ്യം. എന്നാൽ അത് കിട്ടിയേ അടങ്ങൂ എന്നാണ് ബഷീറിൻ്റെ വാശി. അങ്ങനെ ചങ്ങമ്പുഴയും മുണ്ടശ്ശേരിയും ഇദ്ദേഹവും കൂടി ഈ മംഗളോദയത്ത് ചെന്നപ്പോൾ ഒരു കോപ്പി മേശപ്പുറത്ത് വെച്ചിട്ട് പറഞ്ഞു, നിങ്ങളിൽ പരമയോഗ്യനായ ആൾക്ക് ഭഗവത്ഗീത എടുക്കാമെന്ന് പറഞ്ഞു. ബഷീറിന് ഒരു സംശയം ഉണ്ടായിരുന്നില്ല പരമയോഗ്യനാരാണ്. അദ്ദേഹം വേഗം അതെടുത്തു. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആണ്. അതെല്ലാം എത്ര കൃത്യമായ രാഷ്ട്രീയമാണ് വാസ്തവത്തിൽ അതെല്ലാം ഇപ്പോൾ സംസാരിക്കുന്നത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ AKTKM വന്ന സമയത്ത്, അദ്ദേഹത്തെ കാണാൻ വന്ന സമയത്ത് ബഷീറിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ജാതിയൊക്കെ എന്താണ് കുടിക്കുക എന്ന് ചോദിക്കുന്നുണ്ട്. അത് ബഷീറിന് ഭയങ്കരമായിട്ട് മുസ്ലിം ആണെന്നുള്ള നിലയ്ക്കാണോ ചോദിച്ചതെന്നാണ് ആദ്യം തോന്നിയത്. അല്ല, എഴുത്തുകാരൻ എന്ന ജാതി അതാ. അപ്പോൾ എഴുത്തുകാരൊരു ജാതിയാണ് എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റിയാണ്. അതൊരു സെക്യുലർ കമ്മ്യൂണിറ്റിയാണ്. പക്ഷേ എഴുത്തുകാരുടെ കമ്മ്യൂണിറ്റി, അതാണ് AKTKM ഉദ്ദേശിച്ചത്. അതാണ് ബഷീറിനെ മാറ്റിയത്. ആ ഒരു മറുപടിയാണ്. അദ്ദേഹം ആദ്യം ഒന്ന് അമ്പരന്നു ജാതി ചോദിച്ചപ്പോൾ. പക്ഷേ വാസ്തവത്തിൽ ജാതി കൊണ്ട് ഉദ്ദേശിച്ചത് ഇതുവരെ നാം ശീലിച്ച ജാതിയല്ല, അത് എഴുത്തുകാർ എന്ന ജാതിയാണ്. അപ്പം അങ്ങനെ വാസ്തവത്തിൽ ബഷീർ എഴുതിയതിനകത്തെല്ലാം പൊളിറ്റിക്സ് ഉണ്ട്. എന്നാൽ അത് രാഷ്ട്രീയ രചനകളാണെന്ന് പറയാൻ പറ്റില്ല. കഥ പറയാൻ വേണ്ടി രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലം സ്വീകരിച്ചവയാണെന്ന് പറയാൻ പറ്റില്ല. എഴുതിയതിനകത്തെല്ലാം ഈ പറഞ്ഞ പൊളിറ്റിക്കൽ എൻഗേജ്മെൻറ്റ് നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ എന്താണ് പൂവമ്പഴത്തെക്കുറിച്ച് നമ്മുടെ R. വിശ്വനാഥൻ മാഷ് എഴുതിയൊരു ലേഖനമുണ്ട്, നിർബന്ധമായും നമ്മൾ വായിച്ചിരിക്കേണ്ട ഒരു ലേഖനമാണ്. പൂവമ്പഴം എന്നുള്ള കഥ തന്നെ R. വിശ്വനാഥൻ മാഷ് വായിക്കണ കാണുമ്പോഴാണ് ജീവൽ സാഹിത്യത്തോടുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള പ്രതികരണമാണ് ആ കഥ എന്ന് മാഷയിൽ തെളിയിക്കുന്നുണ്ട്. അത് വായിക്കേണ്ട ലേഖനമാണ്. ഞാനത് വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അങ്ങനെ ബഷീർ എഴുതിയ ഈ നിസ്സാര കഥ, ഭാര്യയ്ക്ക് പൂവമ്പഴം വേണമെന്ന് പറഞ്ഞപ്പോൾ ഓറഞ്ച് കൊണ്ടുവന്ന് അടിച്ച് തീറ്റിക്കുന്നതാണ് കഥ. അത് സ്ത്രീവിരുദ്ധമാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വാദം ഒരു കാലത്തുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് R. വിശ്വനാഥൻ മാഷ് പറയുന്നത്, അതിലെ പൂവമ്പഴമല്ല, അതിലെ ഓറഞ്ച് അല്ല, അത് സാഹിത്യ ഭാവുകത്വത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ്. നിങ്ങൾ ഈ പുളിയുള്ള കുറച്ച് നാരങ്ങ കഴിച്ച് ശീലിക്കണം, അത് ഈ കാലത്തിൻ്റെ ആവശ്യമാണെന്ന് പഠിപ്പിക്കുകയാണ് അക്കാലത്ത് വാസ്തവത്തിൽ ബഷീർ ചെയ്തതെന്ന് മാഷ് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഈ അർത്ഥത്തിൽ പൊളിറ്റിക്കൽ എൻഗേജ്മെൻ്റ് എന്നത് ബഷീറിനെ സംബന്ധിച്ചിടത്തോളം സാഹിത്യത്തിൻ്റെ ധർമ്മമായിരുന്നില്ല, സാഹിത്യം തന്നെയായിരുന്നു എന്ന് പറയാം. ഇങ്ങനെ നിരന്തരമായി ബഷീർ ചെയ്തുകൊണ്ടിരുന്നത് താൻ മണ്ണിൽ ഉള്ള എല്ലാ, ഉദാഹരണത്തിന് നമുക്ക് പറയാലോ, ബഷീറിൻ്റെ ഭാഷയെപ്പറ്റി പറയുമ്പോൾ ഭാഷ തന്നെയാണ്, ഭാഷയെപ്പറ്റിയുള്ള ഭാഷയാണ് സാഹിത്യം എന്ന് പറയാറുണ്ട് പൊതുവെ. മെറ്റാ ലാംഗ്വേജ് എന്ന് പറയും. അപ്പോൾ വാട്ട് ഈസ് പോയട്രി എന്ന് ചോദിച്ചാൽ പോയട്രി ഈസ് മെറ്റാ ലാംഗ്വേജ്, അതിഭാഷയാണ് സാഹിത്യം അല്ലെങ്കിൽ കവിത എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ബഷീർ വാസ്തവത്തിൽ ഈ നേരത്തെ ഞാൻ പറഞ്ഞ ആഖ്യാതത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം എന്ന വാക്യം, അത് ഭാഷയെപ്പറ്റി തന്നെയുള്ളൊരു ആലോചനയാണ് വാസ്തവത്തിൽ നിർവഹിക്കുന്നത്. അതുപോലെ മറ്റേ കേശവൻ നായരും സാറാമ്മയും കൂടി കുട്ടിക്ക് പേരിടാൻ വേണ്ടി ശ്രമിക്കുന്ന അതൊന്ന് വാസ്തവത്തിൽ ആ പേരുകൾ അത് വളരെ പ്രധാനമാണ് എന്ന് എനിക്ക് തോന്നുന്നു. അതുമാത്രം ഞാനൊന്ന് വായിച്ച് നിർത്താം. നിങ്ങൾ ക്രിസ്ത്യാനിയാണ്, ഞാൻ ഹിന്ദുവാണ്. നമുക്ക്
എങ്ങനെ ജീവിക്കാം എന്നുള്ളതിനെക്കുറിച്ച് അവർ രണ്ടുപേരും ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. ആ ചർച്ചയുടെ ഒടുവിൽ നമുക്ക് കുട്ടികളുണ്ടായാൽ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ആകാശമിഠായി എന്നുള്ള പേര് കുട്ടിക്ക് പേരിടുന്നതിനെ പറ്റി പറയുമ്പോൾ കുറേ അധികം പേരുകൾ നിർദ്ദേശിക്കുന്നുണ്ട്. ആ പേരുകൾ വാസ്തവത്തിൽ ഒരർത്ഥവുമില്ലാത്ത പേരുകളാണ്. വെറുതെ കുറേ പേരുകൾ പറയണം. ആ പേര് ഇപ്പോൾ ഉദാഹരണത്തിന് എന്താണ് മിസ്റ്റിക് കവിത എന്ന് പേരിടുന്നുണ്ട് കുട്ടിക്ക്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മിസ്റ്റിക് കവിത എന്ന് കുട്ടീനെ വിളിച്ചു നോക്കുമ്പോൾ അതൊരു രസമില്ല, അപ്പോൾ അത് ഒഴിവാക്കി. അങ്ങനെ കുറേയേറെ പേരുകൾ പറഞ്ഞ് അതെല്ലാം അവസാനിപ്പിച്ചു. എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഇപ്പോൾ പറഞ്ഞ പേരുകളെല്ലാം കൂടി നമുക്ക് നറുക്കിടാം. അങ്ങനെ സാറാമ്മ ഒരു നറുക്കെടുക്കും, കേശവൻ നായർ ഒരു നറുക്കെടുക്കും. ഒരാൾക്ക് കിട്ടിയത് ആകാശം, മറ്റേ ആൾക്ക് കിട്ടിയത് മിഠായി. അങ്ങനെയാണ് ആകാശമിഠായി എന്ന് പേരിട്ടത്. ഈ ആകാശമിഠായി എന്ന പേര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡീടെറിട്ടോറിയലൈസേഷൻ ആണ്. നമ്മൾ ഇതുവരെ കേട്ട് ശീലിച്ച സംസ്കാരത്തിൻ്റെ കറ പുരളാത്ത ഒരു പേര്. അതുകൊണ്ട് സംസ്കാരം എന്ന് പറയുന്നതിനെ എങ്ങനെ, ബഷീറിൻ്റെ ഭാഷയെ പറഞ്ഞ ഈ ബെഡുക്കൂസ് സംസ്കാരം, അതിനെ എങ്ങനെ പുറത്തു നിർത്താമെന്നാണ് ബഷീർ ആലോചിച്ചത്. കാരണം സംസ്കാരം എന്ന് പറയുന്നത് ഏത് നിമിഷവും പ്രതിലോമകരമായ രാഷ്ട്രീയമായി തീരും എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. കാരണം സാംസ്കാരിക ദേശീയവാദികൾ ഏറെക്കാലം കോൺഗ്രസിനകത്ത് വാദിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഒരുപക്ഷെ ഇന്ന് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സാംസ്കാരികം എന്ന് നാം വിളിക്കുന്ന ഈ കാര്യം ബഷീറിനൊട്ടും പ്രലോഭിപ്പിക്കുന്നില്ല. അദ്ദേഹത്തിന് ഭയമുണ്ടാക്കുന്ന ഒരു കാര്യമാണത്. കാരണം നമ്മുടെ പേരിൽ, നമ്മുടെ ഭക്ഷണത്തിൽ, നമ്മുടെ വസ്ത്രത്തിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ ഭാഷയിൽ, എല്ലാറ്റിലും ഈ സംസ്കാരത്തിൻ്റെ ഓവർ ഡിറ്റർമിനേഷൻ എന്ന് പറയാം, ഒരു അതിനിർണയനത്വം പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ അതിനിർണയനം നടത്തുന്ന സംസ്കാരത്തെ നിഷേധിക്കുക എന്നതായിരുന്നു ബഷീറിൻ്റെ രാഷ്ട്രീയം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ആകാശമിഠായി എന്ന് പറയുന്ന ഒരു പേരിലേക്ക് പോകുന്നത്. അതുകൊണ്ട് വാസ്തവത്തിൽ ബഷീറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഭാഷയിൽ ധ്യാനിച്ച ഒരാളാണ്. പക്ഷേ ആ ഭാഷയിലുള്ള ധ്യാനം എന്ന് പറയുന്നത് തീർച്ചയായും അദ്ദേഹത്തിൽ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് സംഭവിക്കുന്നതാണ്. ഭാഷയിൽ എന്താണോ സംഭവിക്കുന്നത് അത് തന്നെയാണ് ബഷീറിൻ്റെ ഭാവത്തിലും സംഭവിക്കുന്നത് എന്ന് പറയാം. അതുകൊണ്ട് ഒരു എഴുത്തുകാരിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഭാഷയാണ് എന്നും, ഭാഷയെ നാം എത്രമാത്രം ഈ ചങ്ങലക്കിടുന്നുവോ അത്രമാത്രം സംസ്കാരവും രാഷ്ട്രീയവും ചങ്ങലയിലായിരിക്കും എന്നും, അതുകൊണ്ട് ഭാഷയെ സ്വതന്ത്രമാക്കുമ്പോഴാണ് വാസ്തവത്തിൽ സംസ്കാരത്തിൻ്റെ രാഷ്ട്രീയത്തിൽ നിന്ന് നാം സ്വതന്ത്രമായി തീരുന്നത് എന്നും ബഷീറിന് അറിയാമായിരുന്നു. അതുകൊണ്ട് ബഷീർ വാസ്തവത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാഹിത്യം എന്ന ദന്തഗോപുരത്തിനകത്ത് ഒരു മാളമുണ്ടാക്കാൻ ശ്രമിച്ച മൈനർ ലിറ്ററേച്ചർ എന്ന് വിളിക്കുന്ന ഒന്നിൻ്റെ വക്താവായിരുന്നു എന്ന് പറയാൻ കാരണം ഇതാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായും ബഷീറിനെ അനുസ്മരിക്കുക എന്ന് പറയുമ്പോൾ അത് തന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം ആണ്. ബഷീറിനെ നിങ്ങൾക്ക് ഒരു കള്ളിയിലേക്കും അപ്രോപ്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്രോപ്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ ഉള്ളടക്കം ചെയ്യുക, അല്ലെങ്കിൽ അതിനെ പിടിച്ചടക്കുക എന്നാണ് അർത്ഥം. ബഷീറിനെ നിങ്ങൾക്ക് പിടിച്ചടക്കാൻ കഴിയില്ല. ഇന്ത്യയിലെ ഒരുപക്ഷെ നമ്മുടെ മലയാളത്തിൽ തന്നെയുള്ള പല എഴുത്തുകാരെയും നമുക്ക് അപ്രോപ്രിയേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരും. ഇനി വരും കാലത്ത് അതൊക്കെ എങ്ങനെ സംഭവിക്കാൻ പോകുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതൊന്നും അവരുടെ ഉദ്ദേശത്തോടു കൂടി ആയിരിക്കില്ല അതൊന്നും ചെയ്യുന്നത്. പക്ഷേ അതിനെല്ലാം ഉള്ള സാധ്യതകൾ ഉരുത്തിരിഞ്ഞു വരികയാണ്. പക്ഷേ ബഷീറിനെ നിങ്ങൾക്ക് അങ്ങനെ ഒന്നിലേക്കും ഒതുക്കാൻ കഴിയില്ല. ആർക്കും ബഷീർ വഴങ്ങില്ല. കാരണം ബഷീർ ജീവിച്ചത് ഭൂമിയിലല്ല, അപാരമായ ആ ലോകത്താണ്. നമസ്കാരം. എൻ്റെ പേര് ഗിരിജ. ഞാനിപ്പോൾ വൈകിയാണ് വന്നത്, അതുകൊണ്ട് സാറ് പറഞ്ഞത് മുഴുവൻ കേട്ടില്ല. ബഷീറിൻ്റെ ഏറ്റവും ചെറിയ കഥ ഏതാണ്? ആ കഥ ഞങ്ങൾക്കൊന്ന് വായിച്ച് കേൾപ്പിക്കാമോ? ഞാൻ കണ്ടതിൽ ഏറ്റവും ചെറുത് വായിക്കാം. മംഗളാശംസകൾ. യുവജനങ്ങളെ, മുന്നോട്ട് പോകുവാൻ വെമ്പുന്ന നിങ്ങൾക്ക് പരാജയപ്പെട്ടു പോയ കഴിഞ്ഞ കാലങ്ങളുടെ പ്രതിനിധികളായി ഞങ്ങൾ മംഗളം ആശംസിക്കുന്നു. വിജയം എന്നും നിങ്ങളുടെ കണ്ഠങ്ങളിൽ ഭരണമാറ്റം അണിയിക്കട്ടെ. ധീരമോഹനമായത് നവ്യപ്രപഞ്ചത്തിലേക്കുള്ള അരുണോദയത്തിലൂടെയാവട്ടെ നിങ്ങളുടെ ജൈത്രയാത്ര. യുവാക്കളെ, യുവതികളെ,
എല്ലാം ഞങ്ങൾ നിങ്ങളിൽ സമർപ്പിച്ചിരിക്കുകയാണ്. പുരോഗതിയും വികാസവും നിങ്ങൾക്കുള്ളതാണ് അഖിലവും, നിങ്ങൾ തന്നെയാണ് അഖിലവും. പോകുക പോകുക. ഉജ്ജ്വല ഗംഭീരങ്ങളായ സംഗ്രാമ ഗീതങ്ങളാൽ പ്രപഞ്ചത്തെ ഞെട്ടിച്ചുണർത്തിക്കൊണ്ട്, അവസാനിക്കാത്ത ധീരപ്രവൃത്തികളാൽ ലോകത്തെ പുതുക്കിക്കൊണ്ട്, ആശയും ആവേശവും നിറഞ്ഞ യുവത്വമേ പോകുക മുന്നോട്ട്. മംഗളം. മലയാള ഭാഷയ്ക്ക് പൂശകൻ എന്നൊരു പദം കുഞ്ചൻ നമ്പ്യാർ സംഭാവന ചെയ്തതാണ്. അതുപോലെ സ്ഥലത്തെ പ്രധാന ദിവ്യൻ എന്ന പദം ബഷീർ സംഭാവന ചെയ്തതല്ലേ? ബഷീറിന്റെ ഇത്തരം പ്രയോഗങ്ങൾ വാസ്തവത്തിൽ ബഷീറിൻ്റെതാണെന്ന് അറിയാതെ ആളുകൾ ധാരാളമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊന്നാണെന്നോ താങ്കൾ പറഞ്ഞു. സ്ഥലത്തെ പ്രധാന ദിവ്യൻ എന്നത് പൊതുവെ എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. ഒരു ഉദാഹരണത്തിന് മലയാള സർവകലാശാലയിൽ നിങ്ങൾ വന്നു, ഞാൻ പഠിപ്പിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഒരാൾ വേറൊരാൾക്ക് എന്നെ പരിചയപ്പെടുത്താനത് അനിൽ സ്ഥലത്തെ പ്രധാന ദിവ്യനാണെന്ന്. അത് ആരെ പറ്റി നമ്മളിപ്പോൾ പറയും. ഇത് ബഷീറിന്റെ ഭാവനയെന്ന് വന്നാന്ന് ആളുകൾ അറിഞ്ഞോളുന്നില്ല. അത് പഴമൊഴി പോലെ ആയി മാറി. അതുപോലെയാണ് എട്ടുകാലി മുന്നൂറ്. അവനൊരു എട്ടുകാലി മുന്നൂഞ്ഞാണെന്നുള്ളത് പറയും. പക്ഷെ എട്ടുകാലി മുന്നൂഞ്ഞിന്റെ കഥയോ ആ കഥാപാത്രത്തെയോ ഒരു പക്ഷെ വായിച്ച് കേട്ട ഒരാളാവണമെന്നില്ല അത് പറയുന്നത്. അങ്ങനെ ബഷീറിനെ സംബന്ധിച്ചിടത്തോളം വെളിച്ചത്തിനൊരു വെളിച്ചം എന്നുള്ളത് പറഞ്ഞത് ബഷീർ പറഞ്ഞതാണെന്ന് തന്നെ ആളുകൾക്ക് ഓർക്കുന്നുണ്ടാവില്ല. അത്രമാത്രം ബഷീറിന്റെ സാഹിത്യം നേരത്തെ പറഞ്ഞ പോലെ ഈ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഒരു ഘട്ടത്തിൽ, ഇപ്പൊ അതിന് അത്രയും ശക്തി ഉണ്ടോ ആ ഒരു വ്യവഹാരത്തിൽ നിന്ന് എനിക്ക് അറിഞ്ഞതാണ്. ഒരു കാലത്ത് എന്റെ അച്ഛനൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അച്ഛൻ സ്കൂളിലൊക്കെ സ്കൂൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് കോഴിക്കോട് ഈ മുതലക്കുളം മൈതാനിയില് മുണ്ടശ്ശേരി മാഷിന്റെ ഒരു പ്രഭാഷണം ഉണ്ട്. മുണ്ടശ്ശേരി മാഷിന്റെ ഈ പ്രഭാഷണം കേൾക്കാൻ വേണ്ടി അച്ഛനും കുറച്ച് സുഹൃത്തുക്കളും ത്യാഗം സഹിച്ച് പോയതിനെ പറ്റിയൊക്കെ പറഞ്ഞു. അന്ന് ബസ്സില്ല, അപ്പൊ റെയിലിന്റെ മുകളിൽ കൂടെ നടന്നിട്ടാണ്. പക്ഷെ അന്ന് മുണ്ടശ്ശേരി മാഷ് അവിടെ പ്രസംഗിച്ചത് ചണ്ടാലകൃഷിയെ പറ്റിയാണെന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം. ഒരു മൈതാനം മുഴുവൻ സാക്ഷരത പോലും ഇല്ലാത്ത മനുഷ്യർ എന്നിട്ട് ചണ്ടാലകൃഷിയെ പറ്റി കേൾക്കുന്നു. അതേപോലെ സാംബശിവന്റെ കഥാപ്രസംഗങ്ങൾ അക്കാലത്ത് ഈ കാരമസോ ബ്രദേഴ്സിനെയൊക്കെ നമ്മുടെ നാട്ടിൽ സാധാരണ ആൾക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. രമണൻ കാണാൻ പാടം അറിയാത്തവരുണ്ടായിരുന്നില്ല. താറാവിനെ കൊണ്ട് നടക്കുന്ന ഒരാൾ രമണൻ കാണാതെ വരുന്നത് ഞാൻ കേട്ടു. അപ്പോ ലിറ്ററേച്ചർ അത്രയും പവർഫുൾ ആയിരുന്നു ഒരു ഘട്ടത്തിൽ. അതിന്റെ ഭാഗമായിരുന്നു ബഷീർ. അതുകൊണ്ടായിരിക്കണം ബഷീറിന് ഇങ്ങനെ ഈ നമ്മളെ ഫോക്ക് ചീസ്റ്റ് എന്നൊരു വാക്കുണ്ട്. മനുഷ്യരുടെ ഈ അബോധപൂർവ്വം നമ്മൾ സ്വീകരിക്കുന്ന ചില ലോകവീക്ഷണങ്ങൾ, അതിന്റെ ഭാഗമായി ബഷീർ മാറിയിട്ടുണ്ട്. ഇടപെടുന്നതിൽ ക്ഷമ ചോദിക്കുന്നു. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനമായ ഇന്ന് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഒരു മിനിറ്റ് രാഷ്ട്രപിതാവിന് ശ്രദ്ധാഞ്ജലി അർപ്പിക്കാം. സർവദേശീയ സാഹിത്യോത്സവത്തിലും പുസ്തകോത്സവത്തിലും പങ്കെടുക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. മാഷെ മാഷെ ബിജു, ഞാൻ ചോദിക്കുന്നതേ, അപ്പോൾ കേരളത്തിൽ വളരെയധികം സെലിബ്രേറ്റ് ചെയ്യുകയും കേരളീയരെ മലയാളികളെ ആഴത്തിൽ സ്വാധീനിച്ച സാഹിത്യകാരനാണ് ബഷീർ എന്നത് സംശയമില്ലാത്തൊരു ചോദ്യമാണ്. പക്ഷെ കേരളത്തിന് പുറത്ത് ബഷീറിന്റെ സാഹിത്യത്തിന് സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലും മറ്റ് മൂന്നാം ലോക രാജ്യങ്ങളുടെ ലിറ്ററേച്ചർ കോണ്ടെക്സ്റ്റിലും. അതുപോലെ രണ്ടാമത്തെ ഒരു ചോദ്യം, ഈ വരട്ടു ചോറ് വന്നാൽ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് ബഷീർ, ഇതുപോലുള്ള ഒത്തിരി സ്റ്റേറ്റ്മെന്റ് ബഷീറിന്റെ സൃഷ്ടികൾ കാണാൻ പറ്റും. അപ്പം ഇതൊരു എന്താ പറയുന്ന ഒരു ആക്ഷേപഹാസ്യമല്ല, അതിനും അപ്പുറത്ത് പോയുള്ള ഒരു ജീവിതത്തെ അങ്ങേയറ്റം ഒരു പുച്ഛത്തോടെയെങ്കിലുമുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ബഷീർ നടത്തുന്നില്ലേ? ഒന്നാമത്തെ കാര്യം, ഈ ലോക സാഹചര്യത്തിൽ ബഷീർ എങ്ങനെയൊക്കെ വായിക്കപ്പെട്ടു എന്ന് പറയാൻ എനിക്ക് വേണ്ടത്ര അറിവില്ല. പക്ഷേ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ബഷീർ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ കുറച്ചു കാലം ഈ ആന്ധ്രാപ്രദേശിലെ ദ്രവിഡിയൻ യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്തിരുന്നു. അവിടെ നമ്മൾ മലയാളം ലിറ്ററേച്ചറിനെ കുറിച്ച് പറഞ്ഞാൽ അവിടെയുള്ള എല്ലാവരും കേട്ടിട്ടുള്ള ഒരു പേര് ബഷീറിൻ്റെ പേരാണ്.
ഇപ്പൊ തോപ്പിൽ മുഹമ്മദ് മീരാൻ എന്ന് പറയുന്ന തമിഴ് റൈറ്റർ, അദ്ദേഹം പറയുന്നത് തമിഴിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്ന ഈ ബഷീറിന്റെ കൃതികൾ വായിച്ചപ്പോഴാണ് ഇതൊക്കെയാണ് സാഹിത്യച്ചാൽ ഈ സാഹിത്യം എനിക്ക് എഴുതാലോ എന്ന് തോന്നുകയും ഞാനും സാഹിത്യകാരനാവുകയും ചെയ്തത് ബഷീർ തന്ന ആത്മവിശ്വാസം കൊണ്ടാണെന്ന് തോപ്പിൽ മുഹമ്മദ് മീരാൻ പറയുന്നുണ്ട്. അതുപോലെ ഞങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾ ഉള്ള സമയത്ത് അവിടുത്തെ ബഷീർ ചെയർ ഈ സൗത്ത് ഇന്ത്യയിൽ എങ്ങനെയാണ് ബഷീർ സ്വാധീനം ചെലുത്തിയത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു സെമിനാർ നടത്തുകയും അതൊരു വോള്യമായിട്ട് പബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അന്ന് മിക്കവാറും നമ്മുടെ കർണാടകത്തിലും ആന്ധ്രയിലും തമിഴ്നാട്ടിലൊക്കെയുള്ള നിരവധി ആളുകൾ ബഷീറിനെ വളരെ ആഴത്തിൽ മനസ്സിലാക്കിയിട്ടാണ് ആ പ്രബന്ധങ്ങൾ എഴുതിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ഇന്ത്യൻ ലിറ്ററേച്ചറിൽ ബഷീർ വാസ്തവത്തിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ആഷറിലൂടെ തീർച്ചയായിട്ടും അദ്ദേഹം ലോകസാഹിത്യത്തിലും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടാകണം. അതിൻ്റെ ഒരു ഗ്രാവിറ്റി എത്രമാത്രം ഉണ്ടെന്ന് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. രണ്ടാമത്തത് ഈ വരട്ടുചൊറിയുടെ കാര്യം പറഞ്ഞത്, ഞാനത് ഈ ഇതിനു വേണ്ടിയിട്ട് ഇങ്ങനെ വായിക്കുന്ന കൂട്ടത്തിലെല്ലാം വീണ്ടും വായിച്ചിരുന്നു. അപ്പോൾ ഇസ്രായേലിൽ വാസ്തവത്തിൽ ഇപ്പോൾ ആളുകൾക്ക് വരട്ടുചൊറിയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, യുദ്ധം അവസാനിപ്പിക്കാൻ എന്താണ് വഴിയെന്നാണ് ചോദിക്കുന്നത്. അതിനുള്ള മറുപടിയാണ് അവസാനം പറയുന്നത്. പക്ഷെ അതത്ര നേരത്തെ പറഞ്ഞത് ഒരു തമാശയല്ല. അത് നിങ്ങളിലേക്ക് നോക്കൂ, നിങ്ങളിലേക്ക് നോക്കുമ്പോൾ യുദ്ധം ഉണ്ടാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാണ് ഗുരു പറയുന്നത് തന്നെയാണത്. ഈ ആത്മമപരമെന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ, ഈ സെൽഫ് ആൻഡ് അതർ എന്ന് പറയുന്നത്. ആ സെൽഫ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ആ സെൽഫിനെ സംബന്ധിച്ചുള്ള ഒരു സങ്കല്പം നമുക്ക് നഷ്ടപ്പെടുകയാണ്. സെൽഫി ഉണ്ടെന്നേ ഉള്ളൂ ഇപ്പോൾ. സെൽഫ് എന്ന് പറയുന്നത് സെൽഫിച്ചുകൾ എന്നൊരു കഥ ബഷീർ എഴുതിയിട്ടുണ്ട് കേട്ടോ. ആണ് എന്ത് പറയുമ്പോൾ നമുക്ക് ബഷീറിലേക്ക് ഒരു ഇതുണ്ട്. അപ്പോൾ ഈ സെൽഫ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ആത്മബോധവും ഈ അവരവരെ കുറിച്ച് തന്നെയുള്ള മനനവും ഇല്ലാതിരിക്കുമ്പോഴാണ് യുദ്ധം ഉണ്ടാകുന്നത്. ആ വരട്ടുചൊറിക്ക് അതാണ് വാസ്തവത്തിൽ അർത്ഥം എന്ന് എനിക്ക് തോന്നുന്നത്. അത് ഗുരു പറയുന്ന കണ്ണാടിയും ബഷീറിന്റെ വരട്ടുചൊറിയും തമ്മിലൊരു ബന്ധമുണ്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും അതൊരു തമാശക്കാരായിട്ടും വായിക്കാം, പക്ഷെ അതിൻ്റെ അപ്പുറത്ത് വലിയ മാനങ്ങളുണ്ട് അതിനൊക്കെ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മലയാള സാഹിത്യ രംഗത്ത് മറ്റാർക്കും അനുകരിക്കാനാവാത്ത വിധം തനത്ത് മുദ്ര പതിപ്പിച്ച വൈക്കം മുഹമ്മദ് ബഷീറിനെ പറ്റി ഗഹനമായി പ്രതിപാദിച്ച് പ്രഭാഷണം നടത്തിയ ഡോക്ടർ KM അനിലിന് നന്ദി പറയുന്നു. ഒപ്പം ശ്രോതാക്കളായ മാന്യ സദസ്സിനും ഹൃദ്യമായി നന്ദി.